ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളും ഭഗവാനടുക്കൽ ശ്രീരാമ ഭഗവാനെ അത്രമാത്രം സ്നേഹിക്കുന്നു. കുറേ മക്കൾ ഇന്നലെ ഞാൻ വിചാരിച്ചു ഒരുപാട് സമയം എല്ലാവരും നന്നായി വായിക്കത്തില്ല, ഇന്ന് എല്ലാവരും വായിച്ചു. അത്രയൊക്കെ മതി മക്കളെ, ഇത്രയും ആളുകളൊക്കെ മതി. കുറേ പേര് വായിച്ചു, ഇതെല്ലാം മനസ്സിലാക്കിയല്ലോ. നാം ധരിച്ചു ഒരുപാട് സമയം എടുത്തുകൊണ്ട് മിക്കവാറും ആളത് പകുതിയാകുമ്പം മതിയാക്കുമായിരിക്കുമെന്ന്. എങ്കിലും വളരെ വളരെ സന്തോഷം, ഭഗവാനും സന്തോഷം. അത് എല്ലാവരും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. നമ്മളിന്ന് യുദ്ധകാന്ഡമാണ്, 23-ാം ദിവസമാണ് വായിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദേ രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാ രമണ ത്രിലോകീപതേ രാമ. സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ. പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ. രാമകഥാമൃതപാന പൂർണ്ണാനന്ദസാര അനുഭൂതിക്ക് സാമ്യമില്ലേതുമേ. ശ്രീരാമകഥ അമൃതപാനത്തിന് വേറെ ഒന്നും സാമ്യമല്ല, അത്രമാത്രം ആനന്ദാമൃതമാണിത്. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിനിയും ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധം ആകർണ്യ കിളിമകൾ ചൊല്ലിനാൾ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവനെങ്കിലോ. കിളിമകൾ പറയുന്നു, എല്ലാവരുടെയും മനസ്സ് തെളിഞ്ഞത് കേൾക്കൂ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ. പരമേശ്വരൻ നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് അരുളുന്നു. ചന്ദ്രാനനെ ചെവിതന്നു മുതാ രാമചന്ദ്ര ചരിത്രം പവിത്രം ശൃണു പ്രിയേ. പ്രിയേ, ഇത് നന്നായി കേൾക്കൂ. അത്രമാത്രം ഈ ഭഗവാന്റെ രാമചന്ദ്രന്റെ ഈ ചരിത്രം അത്രമാത്രം പവിത്രമാണ്. അത് കേൾക്കൂ, ശൃണു കേൾക്കൂ പ്രിയേ. പാർവതിദേവിക്കോട് കൊടുക്കുന്ന ഉപദേശമാണല്ലോ ശ്രീരാമാദികളുടെ നിശ്ചയം. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ട് ഉള്ളിലാരൂഢമോദാൽ അരുൾ ചെയ്തിതാദരാൽ. ആദരാൽ പറയുന്നു,
ദേവകളാലും അസാധ്യമായുള്ളൂന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. ലങ്ക കടൽ സമുദ്രമൊക്കെ ചാടിക്കടന്ന് പോയി സീതയെ കണ്ട് വിവരങ്ങളെല്ലാം അറിഞ്ഞു. ഇത് ആരാലും സാധ്യമല്ലാത്തതല്ലയോ, ദേവകൾക്ക് പോലും പറ്റാത്തതല്ലയോ ഹനുമാൻ ഇങ്ങനെ ചെയ്തത്. ചിത്തേ നിരൂപിക്ക പോലും അശക്യമാം അബ്ധി ശതയോജനയാദശ്രമം യോജനായതം അശ്രമം. അത്രമാത്രം 100 യോജന വിസ്തീർണമുണ്ട്. അതിങ്ങനെ അബ്ധി കടന്ന് ഇത് അശ്രമം, അത് അങ്ങേയറ്റത്തെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ദേവകൾക്ക് പോലും മനസ്സിൽ വിചാരിച്ചാൽ അത് നിരൂപിക്കാൻ പോലും പറ്റുകയില്ല. ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചിതു വിസ്മയം. അത്ഭുതമായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നോ നിർണയം. ഇങ്ങനെയുള്ള ദാസന്മാർ, ഭഗവാന്റെ ദാസനാണല്ലോ ഭക്തനായ ഈ ഹനുമാൻ, ഇങ്ങനെ എങ്ങും ഇങ്ങനെ ഒരു ഭൃത്യന്മാരില്ല. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചതോ ദൃഢം. ഇവിടെ 3 പേരെടുത്തും ഇത് പോയി കണ്ടിട്ട് വന്നിങ്ങനെ പറഞ്ഞ് പരിപാലിച്ചല്ലോ. അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ സമുദ്രം കടന്നു പോകുന്നത്? നക്രമകര ചക്രാതി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് ഒടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നതോ ദൈവമേ. ശ്രീരാം ഭഗവാൻ പറയുന്നു, ഇത്രയും അതായത് മകരമത്സ്യം, വലിയ വലിയ മത്സ്യങ്ങളും തിമിങ്ങലും ഒക്കെ ഉള്ള ഈ ഉഗ്രമായ ഈ സമുദ്രം കടന്നുപോയി രാവണനെ പടയൊക്കെ ഒടുക്കി ദേവിയെ ഞാൻ എങ്ങനെ ഇവിടുന്ന് ചെന്ന് കാണും ദൈവമേ എന്ന് ഈ ലോകർക്കുള്ള ചിന്ത പോലെ ഭഗവാൻ പറയുന്നു. പരമാത്മാവായ ശ്രീരാമന് ഈ വിഷമങ്ങളൊന്നും ഉള്ള ആളല്ല, പരമാത്മാവാണ്. പക്ഷെ ഇവിടെ ഈ നരനായിട്ട്, ഈ മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവർ എന്ത് ധരിക്കും, അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഭഗവാൻ ഇതെല്ലാം അങ്ങനെ പറയുന്നു. ഇത് ഈ മനുഷ്യരൂപം എടുത്തു വന്നതുകൊണ്ട് മനുഷ്യർക്കൊത്ത് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശോ ചൊല്ലേടി ഞാൻ. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവൻ വിഷമം തീർക്കാൻ ഇങ്ങനെ പറയുന്നു. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. കാര്യങ്ങൾക്ക് വിനാശം നമുക്ക് ചിന്തിക്കേണ്ട ഇങ്ങനെ. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ചയം. ആർക്കും ഇവരെ ജയിക്കാൻ പറ്റുകയില്ല, ഈ വാനരന്മാരെ. അതാണ് ഇവർ അത്ര ശൂരത്വമാണ്. അവരും അവിടെ ജയിക്കത്തില്ല. ഈ വാനരന്മാർ അത്രമാത്രം മിടുക്കരാണ്. വന്നിയിൽ ചാടണമെന്ന് ചൊല്ലിയിടിലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരില്ലവർ. തീയിൽ ചാടാൻ പറഞ്ഞാലും പിന്നെ ആകട്ടെ എന്ന് പറയത്തില്ല, അപ്പോഴെന്ന് ചാടിയിരിക്കും. വാരുതിയെ കടപ്പാൻ ഉപായം പാർക്ക നേരം ഇനി കളയാതെ രഘുപതേ. സമുദ്രം കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം, സമയം കളയണ്ട. ലങ്കയിൽ ചെന്നു നാം പൊക്കിയതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. നമ്മളവിടെ ചെന്നാൽ അവൻ മരിച്ചിരിക്കും, രാവണൻ. ലോകത്രയത്തിങ്കിൽ ആരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. ഭഗവാൻ മുമ്പിൽ ഇത്രയും വലിയ യുദ്ധത്തിൽ ശ്രീരാമന് മുമ്പിൽ ആരാണ് ഈ ലോകത്രയത്തിൽ 3 ലോകത്തിൽ വെച്ച് എതിർത്ത് ആരാണ് രാഘവ? അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. ഒന്നീ സേതു ബന്ധിച്ച് പോകാം, അല്ലെങ്കിൽ പിന്നെ അസ്ത്രം കൊണ്ട് വറ്റിക്കാം, ശോഷണം ചെയ്യാം വെള്ളം. വല്ല കണക്കില് ഉണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതേ. എങ്ങനെയെങ്കിലും വല്ല കണക്കിലും നമുക്ക് ജയം തവ നല്ല നിമിത്തങ്ങൾ നമുക്ക് നോക്കാം, കാണുക. നല്ല നല്ല നിമിത്തങ്ങൾക്ക് വേണ്ടി നമുക്ക് അത് നോക്കി നമുക്ക് നടത്താം. ഭക്തിശക്തിന്യതം ഇത്ര പുത്രോക്തികൾ യുദ്ധം ആകർണ്യ കാകുൽസ്ഥനും തൽക്ഷണി മുമ്പിലാ മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ച് അരുളേടി ഞാൻ. ഇങ്ങനെ ഭക്തി ശക്തിന്യതം ഇത്ര മിത്ര പുത്രോക്തി, അതായത് മിത്രപുത്രൻ വെച്ചാൽ സൂര്യപുത്രൻ. ഈ വാക്കുകൾ കേട്ട് ആകർണ്യ കാകുൽസ്ഥനും ശ്രീരാമനും തൽക്ഷണി ആര് തൊഴുതിക്കുന്നത്? വായു.
വായുപുത്രൻ മുമ്പിലാമാർ തൊഴുതു നിൽക്കും വായു സംഭവനോട്. അങ്ങനെ ഇത്രേ സുഗ്രീവനോട് ഇതൊക്കെ പറന്ന് കേട്ടിട്ട് ഹനുമാൻ ഇങ്ങനെ ഭഗവാൻ തൊഴുതു നിന്നും കൊണ്ട് വായു സംഭവനോട് ചോദിച്ചരുളി ഞാൻ. അത് ഭഗവാൻ ഹനുമാനോട് ചോദിക്കുന്നു. ഇതൊക്കെ ഇവർ തങ്ങളിൽ ഈ ശ്രീരാമനും സുഗ്രീവനും തങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹനുമാൻ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ഭഗവാൻ ചോദിക്കുന്നു ലങ്കാ വിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോട് അറിയിക്ക നീ. കോട്ട മതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. വാക്കുകൊണ്ട് എനിക്കതെല്ലാം പറഞ്ഞു തരൂ. ഹനുമാനല്ലേ പോയത്. അവിടെ ശ്രീരാമൻ പറഞ്ഞു അവിടുത്തെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അവിടെ പറഞ്ഞു കേൾപ്പിച്ച് തരൂ, വാക്കുകൊണ്ട് പറഞ്ഞു പറഞ്ഞു തരൂ എങ്ങനെയൊക്കെയാണെന്ന്. അങ്ങനെ എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചു അരുളി ഞാൻ. മധ്യേ സമുദ്രം ചിത്രകൂടാചലം വളർന്ന അത്യുന്നതം അതിൽ മൂർധനി ലങ്കാപുരം ഇല്ലയാതെ ജനങ്ങൾക്ക് കാണാം കനക വിമാന സമാനമായി. സമുദ്രത്തിൻ്റെ മധ്യത്തിൽ വലിയ ത്രികുടാചലം, വലിയ പർവ്വതത്തിൻ്റെ അത്യുന്നതത്തിൽ മൂർധന ഉച്ചിൽ അതിൻ്റെ തലയിൽ അത്രമാത്രം വലിയ പർവ്വതത്തിന് മുകളിൽ ലങ്കാപുരം ആർക്കും ഒരു പ്രാണഭയവും ഇല്ലാതെ ജനങ്ങൾക്ക് കാണാം കനക വിമാന സമാനമായി. സ്വർണം കൊണ്ടുള്ള വിമാനം പോലെ തോന്നിക്കും. അത്രമാത്രം ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ്. വിസ്താരമുണ്ടങ്ങ് 700 യോജന പുത്തൻ കനകമതിൽ അതിന് ചുറ്റുമേ. അതിൻ്റെ ചുറ്റിനെല്ലാം സ്വർണ്ണമതിലുകളാണ്. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ട് അതിശോഭിതമായതിന് 7 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഒരുപോലെ. 7നും 4 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. അതിൻ്റെ ചുറ്റുമായി അതാണ് 7നും 4 ഗോപുര പങ്ക്തിയും ചുറ്റുമായി ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്ക്തികൾ പറയാൻ പറ്റുന്നതല്ല. അത്രമാത്രം അത് വിപുലീകരിച്ചുള്ള ഒരു ഭംഗിയുള്ള ഒരു കാര്യം പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് വേല ആ യന്ത്രപ്പാല പങ്ക്തിയാൽ. അണ്ടർകോൺ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000. കിഴക്ക് ദിക്ക്, അതിൻ്റെ കിഴക്ക് ദിക്ക് പിന്നെ കാവൽക്കാർ 10,000 നിശാചരന്മാരുണ്ട്, രാക്ഷസന്മാർ അവിടെ ഉണ്ട് കിഴക്ക് ഭാഗത്ത്. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരനുണ്ട് 100,000 സദാ. അവിടെ തെക്ക് വശത്ത് ആ ഗോപുരം രക്ഷിച്ചു നിൽക്കാൻ അവിടെ 100,000 രക്ഷോവരൻ അവിടെ ഉണ്ട്. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. പടിഞ്ഞാറ് വശത്ത് 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായി ഉണ്ടൊരു 1,00,00,000 നിശാചരർ. 1,00,00,000 ഇവിടെ വടക്ക് ഭാഗത്ത്. ദിക്കുകൾ 4ലും ഉള്ളതിൽ അർത്ഥമുണ്ട് ഉഗ്രതയോട് നടുവ് കാത്തിടുവാൻ. ഇത് നടുക്ക് കാക്കാൻ അതിനേക്കാളുണ്ട്. ഈ ദിക്കുകൾ 4 വശത്ത് എത്ര പേരുണ്ടോ അതിൻ്റെ 4ലും ഉള്ളതിൽ അർത്ഥമുണ്ട്. അതിൽ ഇത്രയും 4 വയസ്സുള്ളതിൻ്റെ പകുതിയുണ്ട് എവിടെ, അതിൻ്റെ പകുതി അത്രയും ആൾക്കാരുണ്ട് നടുക്ക് കാപ്പാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ട് അതിൽ ഇരട്ടി ജനം. ഘാടക നിർമ്മിത ഭോജനശാലയും, സ്വർണ്ണ നിർമ്മിതമായ ഊട്ടുപുര, ആഹാരം കഴിക്കുന്ന ഘാടക. അന്തഃപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ട് അതിൽ ഇരട്ടി ജനം. ഘാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും കുളിക്കുന്നത്. മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും. കുളിക്കാൻ പ്രത്യേകം, മദ്യപാനത്തിൽ ഇരുന്ന് കഴിക്കാൻ അത് പ്രത്യേകം. ലങ്കാ വിരചിത അലങ്കാര ഭേദമാ ആതങ്കാപകം പറയാവല്ല അനന്തന് പോലും പറയാൻ പറ്റത്തില്ല. അത്രമാത്രം അലങ്കാരമുണ്ട്. നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിത അലങ്കാര ഭേദമാതങ്കാപകം പറയാവല്ല അനന്തനും. ഇതിൻ്റെ മഹിമ പറയാൻ അനന്തന് പോലും സാധ്യമല്ല. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞീനഹം മൽപിതാവിൽ നിയോഗേന ചെന്നീൻ ബലാൽ. പുഷ്പിതോ ഉദ്യാനദേശേ മനോമോഹനീ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനീൻ. അങ്ങനെ ഈ തൽപുര അവിടെല്ലാം ഇദ്ദേഹം ആദ്യം അവിടെല്ലാം പോയി നോക്കി സീതയെ. ഇങ്ങനെയുള്ള വലിയ പിന്നെ മന്ദിരത്തിൻ്റെ അവിടെ ആയിരിക്കുമെന്ന് കരുതി അവിടെ എല്ലാം പോയി നോക്കിയപ്പോൾ അവിടെ എവിടെ കണ്ടത്? പുഷ്പിതോ ഉദ്യാനദേശയെ മനോമോഹനെ പത്മജാദേവിയെ കണ്ടു. അപ്പം എന്താ ഈ അശോക വൃക്ഷച്ചുവട്ടിൽ
അതാണ് ഉദ്യാനത്തിലായിരുന്നു ദേവിയെ കണ്ടത്. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം ഇങ്ങു വാങ്ങിക്കൊണ്ടടയാള വാക്യവും കേട്ടു വിട വഴങ്ങിച്ചു. യാത്ര ചോദിച്ച് പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞൊരവിവേകം. യാത്രകൾ ചോദിച്ച് പുറപ്പെട്ട് ഇനി തിരിക്കാൻ വന്നപ്പോൾ പിന്നെ ഒരു അവിവേകം കാണിച്ചവിടെ ലങ്ക ചുട്ട കാര്യമാണ് പിന്നെ പറയുന്നത്. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണീന കൊന്നിടിനീൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ. രാവണന്റെ മകനായ അക്ഷകുമാരനെ ഞാൻ കൊന്നു എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ. ലങ്കാപുരത്തിങ്കിലുള്ള അതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയേൻ. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഉള്ള ഈ എത്ര കാവൽക്കാരെല്ലാം ഉണ്ട്. അതിൽ 4 സൈന്യം, അതായത് 100 പിന്നെ കാവൽക്കാരാണെങ്കിൽ അത് 25 പേരെയും കൊന്നെന്ന് അർത്ഥം. അപ്പം എത്രായിരം പേരുണ്ട് അതിൽ 4 ഭാഗം ഈ പിന്നെ ഹനുമാൻ അവരൊക്കെ വധിച്ചിട്ടാ ലങ്ക ചുട്ടാഞ്ഞ് പോരുന്നത്. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നോട് ഭൃത്യരോട് ഇപ്പോഴേ കൊല്ലുക. അപ്പോഴെന്നെ എന്നെ കൊല്ലാൻ ഭൃത്യരോട് പറഞ്ഞു. നല്ലതെല്ലാം പിന്നെ രാവണൻ അപ്പം 4 സൈന്യം ഒടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയേ നല്ലതെല്ലാം. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോട് ഇപ്പോഴേ പോയി കൊല്ലുക. ഇവനെ ഇപ്പോഴേ കൊല്ലുക എന്ന് പറഞ്ഞ് ഹനുമാനെ കൊല്ലുക എന്ന് രാവണൻ പറഞ്ഞു. വൈകാതെ ഇവനെ എന്ന് അന്നേരം കൊല്ലുവാൻ വന്നവരോട് അപ്പോൾ തന്നെ ഒരുത്തൻ കൊല്ലാൻ വന്നു. അവനോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടും ആദരാൽ. അപ്പോൾ വിഭീഷണൻ ആദരാൽ ജ്യേഷ്ഠനായ രാവണനോട് വിഭീഷണൻ പറഞ്ഞു, കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ അയക്ക് അടയാളപ്പെടുത്തത്. നല്ല ചൊല്ലുള്ള നല്ല രാജധർമ്മം എങ്ങനെയാ? കൊല്ലുകയില്ല, അടയാളം കൊടുത്ത് വിടത്തേ ഉള്ളു. വരുന്ന ദൂതന്മാരെയൊന്നും നല്ല നല്ല രാജാക്കന്മാർ കൊല്ലുകയില്ല, അവർക്ക് എന്തെങ്കിലും അടയാളം കൊടുത്ത് വിടും. അങ്ങനെ വിഭീഷണൻ പറഞ്ഞു. അതാണ് കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള നല്ല ചൊല്ലുള്ള നല്ല രാജധർമ്മങ്ങൾ അറിഞ്ഞവർ, യഥാർത്ഥത്തിലുള്ള ധർമ്മം അറിഞ്ഞ രാജാക്കന്മാർ എന്ത് ചെയ്യും? കൊല്ലാതെ അയക്കെ അടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവാൻ. എന്നാ അങ്ങനെയാകട്ടെ എന്ന് രാവണൻ പറഞ്ഞു. എന്നാൽ വാലിൻ്റെ അറ്റത്ത് തീ കൊളുത്തുക. സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും. അങ്ങനെ അവർ അഗ്നി കൊളുത്തിയപ്പോൾ അത് ഹനുമാൻ അടിയനും ചുട്ടു പൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ. അതായത് തീ കൊളുത്തിയപ്പം ചുട്ടു പൊട്ടിച്ച് അവിടുത്തെ 700 യോജന വട്ടമായുള്ള ലങ്കാപുരമൊക്കെ ഞാൻ കത്തിച്ചു. സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിയേൻ തൊൽപ്രസാദത്തിനാൽ. ഭഗവാന്റെ ശ്രീരാമന്റെ പ്രസാദത്തിനാൽ മന്നവ ശ്രീരാമ അങ്ങയുടെ പ്രസാദത്തിനകത്ത് ആയതുകൊണ്ട് അവിടെയുള്ള പടയിൽ 4 1 ഭാഗവും ഞാനിടത് പിന്നെ ഒടുക്കി. ഒന്നുകൊണ്ടും ഇക്കാല വിളംബനം നന്നല്ല. പുറപ്പെടുക ആശു നാം. നമുക്ക് അതുകൊണ്ട് ഒന്നുകൊണ്ട് ഇനി കാലം കളയണ്ട, സമയം പോക്കണ്ട, നന്നല്ല അത്. അങ്ങനെ സമയം പോക്കിയാൽ ഇത് ആപത്ത് വരും. അതുകൊണ്ട് നമുക്ക് പോകാം, പുറപ്പെടുക ആശു നാം, നമുക്ക് പോകാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹൽ പ്രസ്ഥാനമാശു കുരു വിക്രമം. മഹത്തായ യാത്ര പെട്ടെന്ന് ചെയ്യുക. ഇതൊക്കെ നമുക്കിനി പെട്ടെന്ന് ചെയ്യാം, പരാക്രമത്തോടെ. അത്രമാത്രം പരാക്രമത്തോടെ വേണം, എന്നാലേ അത്രമാത്രം ശക്തിപൂർവ്വം തന്നെ ചെയ്തെങ്കിലേ ഇത് ശരിക്കും തണുപ്പിച്ചിങ്ങനെ പോയാൽ ശരിയാകത്തില്ല. പെട്ടെന്ന് തന്നെ പരാക്രമം കാട്ടാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹൽ പ്രസ്ഥാനമാശു കുരു വിക്രമം ഇല്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു. ദശാനന ഹുംകൃതിയും തീർത്തു. സങ്കരാന്തി ബലാൽ പങ്കജനേത്രയെ കൊണ്ട് പോരാം വിഭോ. പങ്കജനേത്ര പരംപുരുഷ പ്രഭോ. പെട്ടെന്ന് തന്നെ നമുക്ക് കിങ്കരന്മാർക്ക് എല്ലാം കൊടുത്ത് ദശാനന ഹുംകൃതിയൊക്കെ തീർക്കാം, അവൻ്റെ അഹങ്കാരമൊക്കെ തീർത്ത് സങ്കരാന്തേ കൊടുക്കാം. ഈ സങ്കരമൊക്കെ കഴിഞ്ഞിട്ട് ബലാൽ പങ്കജനേത്രയെ തിരിച്ച് നമുക്ക് സീതയെ കൊണ്ടിഞ്ഞ് പോരാം വിഭോ. പങ്കജനേത്ര പരംപുരുഷ പ്രഭു. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം.
അവസാനം നല്ലതുപോലെ ആലോചിച്ചിട്ട് അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. അങ്ങനെ അഞ്ജസ സുഗ്രീവനോട് ഭഗവാൻ ശ്രീരാമൻ പറയുന്നു, ഇപ്പോൾ വിജയമുഹൂർത്ത കാലം, പടയ്ക്ക് ഉൽപ്പന്ന മോദം പുറപ്പെടുക വരും. ഇപ്പോൾ നല്ല സമയമാണ്, വിജയമുഹൂർത്ത കാലമാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ യുദ്ധത്തിന് പടയ്ക്ക് പുറപ്പെടാം എല്ലാവരും. നക്ഷത്രം ഉത്രം അതും വിജയപ്രദം. രക്ഷോജന അഷമ മൂലം ഹതിപ്രദം. മൂലം നക്ഷത്രമാണ്. രക്ഷോ അതായത് രാക്ഷസ നക്ഷത്രമായ മൂലം രാക്ഷസന്റെ നക്ഷത്രമാണെന്ന്. രക്ഷോജനാക്ഷമ മൂലം ഹതിപ്രദം. ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും. അതായത് സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രഭാധി പ്രമുഖരായുള്ളവർ മുമ്പിലും പിമ്പിലും ഇരു സൈഡിലൊക്കെ നിർത്താൻ വലിയ വലിയ മഹാബലന്മാരെ നിയോഗിക്കണം. വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി. അതായത് ശ്രീരാമൻ ഹനുമാന്റെ തോളില് കഴുത്തില് തോളില് ഹനുമാനായിരിക്കും ശ്രീരാമനെ നയിക്കുന്ന തോളിലിരുത്തി. അതുകൊണ്ട് മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽ പിൻപേ സുമിത്രാത്മജൻ അംഗത ഉപരി. അംഗദന്റെ മുകളിൽ ലക്ഷ്മണൻ സുമിത്രാത്മജൻ. അപ്പം ശ്രീരാമനെ ഹനുമാനും ലക്ഷ്മണനെ അംഗദൻ ബാലിയുടെ മകൻ നല്ല ധൈര്യശാലിയാ. അവര് രണ്ടുപേരുടെയും കഴുത്തിലേറ്റിക്കൊണ്ട് സുഗ്രീവൻ എന്നെ പിരിയാതെ അരികമേ നിർഗമിച്ചിടുക. മറ്റുള്ള വീരരും സുഗ്രീവൻ ഇങ്ങനെ പിരിയാതെ തന്നെ എല്ലാവരും ഇങ്ങനെ അടുക്കടക്ക് നിൽക്കണം. നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലജൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനന മൈന്ദൻ വിവിധനും. ശിവതുല്യനാണ് ശൂലി സമാനന. ശൂലിച്ച തൃശൂലാക്ക പരമശിവനല്ലേ, അതുകൊണ്ട് ശിവന് തുല്യനായിട്ടാണ് ശൂലി സമാനനം. മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും. ജാമ്പവാനാണ് പങ്കജ സംഭവ സൂനു, ബ്രഹ്മാവിന്റെ മകൻ ജാമ്പവാൻ. പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലി താരനും ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാൻ ആവതല്ലാതൊരു സൈന്യവും. ഇത്രയും സൈന്യത്തെ പറ്റി പറഞ്ഞെടുക്കാനൊക്കാത്തവണ്ണം അത്രമാത്രം ഉണ്ട്. ഇത് പറയാൻ പറ്റുകയില്ല. കൂടി പുറപ്പെടുക ഏതുമേ വൈകരുത്. ആടലുണ്ടാകരുത് ആർക്കും വഴിക്കടോ. വഴിക്ക് വെച്ചൊന്നും ആർക്കും വിഷമം ഉണ്ടാകരുത്. യുദ്ധം അരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. അത് ശ്രീരാമനും ലക്ഷ്മണനും നക്ഷത്രമണ്ഡലത്തിൽ, അത് ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളുടെ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥൻ. ആരാ നക്ഷത്രനാഥൻ? ചന്ദ്രനെ പോലെയും ഭാസ്കരദേവൻ സൂര്യനെ പോലെയും വിളങ്ങി നിൽക്കുന്നു. ഈ ഹനുമാന്റെ കണ്ഠത്തിൽ ശ്രീരാമൻ നക്ഷത്രനാഥൻ ചന്ദ്രനെ പോലെയും സൂര്യദേവനെ പോലെയും രണ്ടുപേരും ലക്ഷ്മണനും ശ്രീരാമനും നക്ഷത്രനാഥനെ പോലെയും ആദിത്യദേവനെ പോലെ അവർ വിളങ്ങി നിൽക്കുന്നു. ഇവർ രണ്ടുപേര്. അതാണ് ഇവിടെ പറഞ്ഞത്. യുദ്ധം അരുൾ ചെയ്ത് മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. സഹോദരനായ ലക്ഷ്മണനോടും രഘുപതി എങ്ങനെ നിൽക്കുന്നു? നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നത് പോലെ. ആകാശത്തില് ചന്ദ്രനും ആദിത്യനും എങ്ങനെ വിളങ്ങുന്നു അതുപോലെ സഹോദരനായ ലക്ഷ്മണനും ശ്രീരാമനും അങ്ങനെ വിളങ്ങുന്നു ആകാശമാർഗേ. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ഈശ്വരൻ പരമാത്മാവല്ലയോ ലോകനാഥനായ ഈ ശ്രീരാമൻ കരുണാശാലി, അത്രമാത്രം സ്നേഹവും എല്ലാം ഉള്ള ഭഗവാനാണ്. എന്താ ഭക്തന്മാരുടെ വേദനയാണ്. ഭക്തന്മാർ സന്യാസിമാരും മാമുനിശ്രേഷ്ഠന്മാരും ഭൂമിയിൽ നല്ല നല്ല പ്രയത്നങ്ങൾ എന്താ ചെയ്യുക? ഈശ്വരന് വേണ്ടുന്ന ഈ ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അവരല്ല. ഈ രാവണ സംഘങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെ ദ്രോഹിക്കുന്നു, അവരെ കൊന്ന് അസ്ഥി കൂട്ടി വെച്ച്. ഭഗവാൻ സീതയെ കൊണ്ട് പോയതിനു ശേഷം ഈ വനത്തിൽ ചെന്നപ്പം എവിടെയോ കുറെ അസ്ഥികൂടങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം മാമുനിമാരുടെ അസ്ഥികളാ. ഈ ദുഷ്ടനായ രാവണന്റെ സൈന്യങ്ങളെല്ലാം കൂടെ ചെന്ന് ഓരോ ഭക്തന്മാരെയും ഋഷിമാരെയെല്ലാം മാംസം ഭക്ഷിച്ചിട്ട് അസ്ഥികളുടെ കൂമ്പാരം ഒരു പർവ്വതം പോലെ ഒരു മൂലയിൽ ഒരു സ്ഥലത്ത് നമ്മൾ വായിച്ചതാ. എന്താ അതൊക്കെ കാരണം?
അപ്പോൾ ഭഗവാൻ അവിടെ ഈ വേദന ചെന്ന് പറയുമ്പോൾ, കരഞ്ഞ് പറയുമ്പോൾ ഭഗവാൻ അവതരിക്കണ്ടേ? ഭഗവാൻ കുറ്റക്കാരനാണോ? എത്രമാത്രം സാധുക്കൾ, ഭക്തന്മാർ, അവരെല്ലാം കൊന്നൊടുക്കി തിന്നൊടുക്കി അസ്ഥികളുടെ ഒരു കൂമ്പാരം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത്. ആകാശമാർഗെ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. കറണ്ട് പോയി, അതാ ഇരുട്ടായത്. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ച് ലോക ആർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ചയം. ലോകത്തിൻ്റെ ആർത്തി തീർക്കാൻ, അതാണ് ആർത്ത് വിളിച്ച് കളിച്ച് പുളച്ച് ലോക ആർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ചയം. ഈ വാനരന്മാരുടെ കൂട്ടം. രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രീഞ്ചര രാജ്യത്ത് പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങി ഇവരെല്ലാം. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്ന് അടുക്കുന്നത് പോലെ. ഭൂമിയിൽ ഇവരെല്ലാവരും കൂടെ ഇത്രമാത്രം സൈന്യങ്ങൾ, കവിക്കൂട്ടങ്ങൾ എല്ലാം കൂടി നടന്നപ്പോൾ എങ്ങനെ തോന്നുന്നു? വാർത്തി നടന്ന് സമുദ്രം ഇങ്ങനെ നടന്നു വരുന്നത് പോലെ തോന്നുന്നു. അത്രമാത്രം നിരന്ന് നടക്കുക എല്ലാവരും കൂടെ നിരയായിട്ട്. അപ്പോൾ അല്ല കാണുന്നവർക്ക് തോന്നും സമുദ്രം ഇങ്ങനെ വരുന്നതാണെന്ന് തോന്നും. അതാണ് ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങ് അടുക്കുന്നത് പോലെ. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കുകയും. അവർക്ക് വിശക്കത്തില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയും ചാടിയൊക്കെ ഫലങ്ങളൊക്കെ പറിച്ച് കഴിക്കുകയും. ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ബുക്ക് മഹേന്ദ്രാചലാന്തികേ മേവിനാർ. അങ്ങനെ അവർ നടന്ന് എവിടെ ചെന്നു? ദക്ഷിണ സിന്ധു, അതിൻ്റെ ഉത്തര തീരത്ത്, വടക്ക് തീരത്ത് ബുക്ക് മഹേന്ദ്ര അചലാന്തികയെ, വലിയ പർവ്വതത്തിൻ്റെ അവിടെ അടുത്ത് ചെന്നു. മാരുതി തന്നോടെ കണ്ഠദേശേ നിന്ന്, ഹനുമാന്റെ കണ്ഠത്തിൽ നിന്ന് പാരിലിറങ്ങി രഘുകുലനാഥനും അവിടം വരെ കൊണ്ട് ഭഗവാനെയും സഹോദരനായ ലക്ഷ്മണനെയും അവരല്ലേ എടുത്തുകൊണ്ട് വന്നത്. അവിടെ വന്നപ്പോൾ ഈ മഹേന്ദ്ര അചലാന്തിക വന്നപ്പോൾ ശ്രീരാമൻ കഴുത്തിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് താരയെ കണ്ട അമർന്ന സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാൻ അഗ്രജം. താരേന്റെ കണ്ടതിൽ ലക്ഷ്മണൻ ഇറങ്ങിയിട്ട് ശ്രീരാമനെ വന്ദിച്ചു. ശ്രീരാമ ലക്ഷ്മണന്മാരും കവീന്ദ്രനും ഭാരതി തീരം പ്രവേശിച്ച അനന്തരം. അങ്ങനെ അവരെല്ലാം അവിടെ ചെന്നപ്പോൾ ഈ എല്ലാവരും കവീന്ദ്രനെല്ലാം ഭാരതി സമുദ്രത്തിന്റെ തീരത്ത് ചെന്നു. അത്രയും നടന്ന് അവിടെ ചെന്നു. സൂര്യനും ഭാരതി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചതപ്പോൾ നിർബാധിപൻ സൂര്യാത്മജനോട് അരുൾ ചെയ്തതാശു നാം വാരിയൂത്ത് സന്ധ്യാവന്ദനം ചെയ്ത് വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. അവരവിടെ സമുദ്രതീരത്ത് ചെന്നപ്പോൾ സൂര്യനും ഭാരതി തങ്ങളുടെ പശ്ചിമതീരം പ്രവേശിച്ചാൽ സൂര്യൻ അസ്തമിക്കാനായിട്ട് അങ്ങ് തീരദേശ താഴേക്ക് വന്നു. സൂര്യന് രാത്രി ആവാറായി. അവിടെ തീരം പ്രവേശിച്ചപ്പോൾ നിർബാധിപൻ പറയുന്നു, സൂര്യാത്മജനോട് അരുൾ ചെയ്തു, എന്താ വാരിയും ഊത്ത് സന്ധ്യാവന്ദനം. വെള്ളമൊക്കെ ഉണ്ടല്ലോ, സ്നാനം ചെയ്തിട്ട് കുളിച്ചിട്ട് സന്ധ്യാവന്ദനമൊക്കെ ചെയ്തിട്ട് വാരാനിധിയെ കടപ്പാനുള്ള ഉപായം നോക്കണം. ഇവിടുന്ന് അക്കരെ കടക്കണ ഉപായം നോക്കണമല്ലോ, വെറുതെ ഇവിടെ നിന്നാൽ പറ്റുമോ? അതിനല്ലേ വന്നത്. അതുകൊണ്ട് വീരരായുള്ളവർ എല്ലാവരും ഒന്നിച്ച് മന്ത്രിച്ച് ഒന്നിച്ച് പറഞ്ഞു, പാരാതെ കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളുകയും വേണം. അതുകൊണ്ട് രാത്രിയായല്ലോ. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ, ഈ സേനാധിപന്മാരായ ഈ വാനരന്മാർ കുരങ്ങന്മാരാണെങ്കിലോ കൃശാനുപുത്രാദികളാണ്. അതായത് അഗ്നിപുത്രനായ നീലൻ മുതലായവർ കൃശാനുപുത്രാദികൾ. രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചന്മാരെന്ന് ദുഷ്ടന്മാരാണല്ലോ അവിടെയൊക്കെ ഉള്ളത്, ഈ രാക്ഷസന്മാർ. അതുകൊണ്ട് ഇവിടെ രാത്രിയാണ്. അതുകൊണ്ട് മായാവിശാരദന്മാരായ രാത്രിഞ്ചന്മാർ ഉപദ്രവിച്ചിടുവോർ. ഇങ്ങനെ രാക്ഷസന്മാർ പമ്മിയിരുന്ന് ഉപദ്രവിക്കും. അതിനാണല്ലോ അവിടെ രാത്രിഞ്ചെന്ന് പേരിട്ടേക്കുന്നത്. രാത്രിയിൽ സഞ്ചരിക്കുന്നവരാണ്. അത് ദുഷ്ടന്മാരും അത്രമാത്രം ഒരു വിവരമില്ലാത്ത അഹങ്കാരികളാണ്. എന്തും ചെയ്യും. രാത്രിഞ്ചന്മാർ ഉപദ്രവിച്ചിടുവോർ ഏവം അരുൾ ചെയ്ത് സന്ധ്യയും വന്ദിച്ചു. സന്ധ്യാസമയത്ത് കുളിച്ചു, ഇല്ല സന്ധ്യക്ക് പ്രാർത്ഥിച്ചു. മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. അങ്ങനെ എല്ലാം വന്ദിച്ചിട്ട് പർവ്വതത്തിൻ്റെ അഗ്രത്ത് രഘുനാഥൻ മേവി നിന്നു. വാനരവൃന്ദം മകരാലയം കണ്ടു. ഈ കുരങ്ങന്മാരെല്ലാവരുടെ മകരാലയം, അത് സമുദ്രം. മകരം വെച്ചാൽ മത്സ്യമാണ്, മത്സ്യത്തിൻ്റെ ആലയമാണല്ലോ സമുദ്രം. അതുകൊണ്ട് ഈ എന്തോ അതിൻ്റെ പേര് കുരങ്ങന്മാർ
ഈ സമുദ്രമൊക്കെ കണ്ട് മാനസേ ഭീതി കലർന്നു മരുവിനാർ. അവർക്ക് ഭയമായി. ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അവർ എവിടെ നിന്നോ വന്നതാണല്ലോ ഇവർ വനത്തിന്ന്. ഈ ലങ്ക കടക്കാൻ വേണ്ടിയല്ലോ അവരിങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഈ സമുദ്രം കാണുന്നത്. സമുദ്രം കണ്ട കവികൾക്ക് കുരങ്ങന്മാർക്കെല്ലാം ഭീതിയായി. മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്ര ചക്രൗഘ ഭയങ്കരമെത്രയും മുതലയോ ഒക്കെ. നക്ര ചക്ര ഔഘ ഭയങ്കരം എത്രയും ഉഗ്രം വരുണാലയം ഭയമ നിസ്വനം. വരുണാലയച്ച വരുണദേവനാണല്ലോ ജലത്തിൻ്റെ. ആ വരുണാലയമൊക്കെ ഇത്രയും ഭീമ നിസ്വനാണല്ലോ. അത്യുന്നത തരംഗാഠം അഗാധം ഇത് ഉത്തരണം ചെയ്യുവതിന് അതാരാ ആർക്കുമേ അരുത്. ആർക്കും ചെയ്യാൻ ഇവിടെ കടക്കാൻ ആർക്കും പാടായിരിക്കും. അത്യുന്നത തരം ഗാഠം ഉഗ്രം വരുണാലയം ഭീമ നിസ്വനം. അത്യുന്നത തരം ഗാഠം അഗാധം ഇത് ഉത്തരണം ചെയ്യുവതിന് അരുത് ആർക്കുമേ. ഇത് കടക്കാൻ ആർക്കും പറ്റും. അത്രമാത്രം ഭയങ്കരമാണ്. ഉയർന്ന തിരമാലകളോട് കൂടിയതെല്ലാം കണ്ടപ്പോൾ അവർക്ക് കുരങ്ങന്മാർക്ക് ഭയമായി. ഇത്രയും വലിയ ഉയർന്ന തിരമാലകളോട് കൂടിയ ഈ സമുദ്രം, അതോ ഇത് തരണം ചെയ്യാൻ, അത് കടന്നു പോകാൻ ആരെ കൊണ്ടൊക്കും ചെയ്വതിന് അരുത് ആർക്കും പറ്റുകയില്ലെന്നൊക്കെയാണ് ഈ കുരങ്ങന്മാർ പറയുന്നത്. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു? ഇത്രയും കഠിനമായ ഈ സമുദ്രം കടന്ന് എങ്ങനെ പോയി രാവണനെ വധിക്കും? ഇതൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ കുരങ്ങന്മാർ ഇതൊക്കെ കണ്ട് പറഞ്ഞുകൊണ്ട് ചിന്താപരവശന്മാരായ കവികളും അങ്ങനെ എന്ത് ചെയ്യും, ഇതെങ്ങനെ സമുദ്രം കടക്കാൻ പറ്റുമ്പോൾ അവർ ചിന്തിച്ചിരിക്കുന്ന കുരങ്ങന്മാർ. കവികളും അന്ധബുദ്ധിയ രാമപാർശ്വേ മരുവിനാൻ. മന്ദബുദ്ധി വെച്ചാൽ അവർക്ക് ബുദ്ധി പല സൈസ് ബുദ്ധിയുള്ളവരാണല്ലോ ഹനുമാനും ഇത് മറ്റൊരുപാട് സൈന്യങ്ങളുണ്ട്. അവർക്കൊരു മന്ദബുദ്ധി പോലെ. ചിന്താപരവശന്മാരായ കവികളും അന്ധബുദ്ധിയ, അതായത് അന്ധബുദ്ധി, മന്ദയല്ല. അവിടെ കിടന്നോണ്ട് ഞാൻ വെച്ച് മന്ദമെന്നായിരിക്കും. അതല്ല, അത് മന്ദ ബുദ്ധിയ. ഇത് അന്ധത. അവരുടെ ഉള്ളിൽ ഇതെങ്ങനെ ചെയ്യാനുള്ള ചിന്തയില്ല. ഇത് കടക്കാനുള്ളൊരു ബുദ്ധി വരെ പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അന്ധബുദ്ധിയ രാമപാർശ്വേ മരുവിന്. അങ്ങനെ ശ്രീരാമൻ അടുക്കലേക്ക് ചെന്ന് നിന്നു ഈ കുരങ്ങന്മാർ. എന്നിട്ടോ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിട്ട് അപ്പം സന്ധ്യ കഴിഞ്ഞപ്പോൾ ചന്ദ്രനൊക്കെ ഇങ്ങനെ ഉദിച്ച് മേലോട്ട് വന്നു. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ചന്ദ്രമുഖിയായിരിക്കുന്ന സീതയെ അപ്പോൾ രാമൻ, കാരണം ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഒരല്പം വിഷമമൊക്കെ കാണിക്കണ്ടേ ശ്രീരാമൻ? മനുഷ്യന്റെ വേഷമല്ലേ എടുത്തേക്കുന്നേ, അപ്പോൾ മനുഷ്യർക്കൊത്ത് നിൽക്കണ്ടേ? അതുകൊണ്ട് ശ്രീരാമൻ എന്ത് ചെയ്യും? ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ഇതെല്ലാം ലോകത്തിന് വേണ്ടി അല്ലെ? മനുഷ്യർ മറ്റുള്ള നമ്മളെപ്പോലുള്ള അജ്ഞാനികൾ പറയത്തില്ലയോ ശ്രീരാമനൊരു വിഷമവും ഇല്ല എന്ന്? അതുകൊണ്ട് ഈ ലോകത്തെ അനുകരിക്കാൻ നമ്മളൊക്കെ നമ്മൾക്ക് അങ്ങനെ ഇല്ലയോ? എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾ കരയും പറയുകയൊക്കെ ചെയ്തില്ല. അതുപോലെ ഭഗവാനും അത് ഒത്തുനിന്ന് ലോകർക്ക് വേണ്ടി. അങ്ങനെ ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖ ഹർഷ ഭയ ക്രോധ ലോഭാദികൾ സൗഖ്യ മതമോഹ കാമ ജന്മാദികൾ അജ്ഞാന ലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാന രൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു? വിചാരിച്ച് കാണെങ്കിലോ സംഭവിക്കുന്നത് ദേഹാഭിമാനിനാം. ഇവിടെ നമ്മൾ ഈ ലോകത്തിലെല്ലാം നമ്മളെല്ലാം ദേഹാഭിമാനികളാണ്. ശ്രീരാമൻ അങ്ങനെ ഇല്ല. പരമാത്മാവിന് ദേഹാഭിമാനമോ അങ്ങനെ ദേഹമോ ഒന്നും ഇല്ലാത്ത പരമാത്മാവാണ്. അതുകൊണ്ട് ഇത് സുജ്ഞാന രൂപമായുള്ള ചിതാത്മാവാണ്. ആ പരമാത്മാവിന് സംഭവിക്കുന്നു. വിചാരിച്ച കണക്കിലോ സംഭവിക്കുന്നു ദേഹാഭിമാനിനാം. ദേഹം എന്നുള്ള ചിന്ത ഉള്ളവർക്കാണ് ഇതൊക്കെ തോന്നുന്നത്. എൻ്റേന്നുള്ള മമതയൊക്കെയുള്ളവർക്ക് ഇതൊക്കെ ദുഃഖമായിട്ട് തോന്നും. എന്നാൽ ശ്രീരാമൻ യഥാർത്ഥത്തിൽ പരബ്രഹ്മത്തിന് അതൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് ആരെ കാണിക്കാനാണ്? ഇതിനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖ ഹർഷ ഭയ ക്രോധ ലോഭാദികൾ സൗഖ്യ മതമോഹ കാമ ജന്മാദികൾ അജ്ഞാന ലിംഗത്തിലുള്ളവ എങ്ങനെ? ഇതെല്ലാം അജ്ഞാന ലിംഗത്തിനുള്ളതാണ്. ഇതെല്ലാം അറിവില്ലാത്തവർക്കുള്ളത്. എന്തൊക്കെയാ അറിവില്ലാത്തവർക്കുള്ളത്? ദുഃഖം. ആരെങ്കിലും എന്തെങ്കിലും പറയെടുക്കുക, അവിടെ കരച്ചിലും പിഴിച്ചിലും ഒരാൾ മരിച്ച ഇങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്താ? അജ്ഞാനികൾക്ക്, എന്നുവെച്ചാൽ സാധാരണ മനുഷ്യർക്ക്. അവർ ദുഃഖ ഹർഷം ഭയം ക്രോധം ലോഭ സൗഖ്യ മത മോഹ കാമ ജന്മാദികളൊക്കെ അജ്ഞാന ലിംഗത്തിനുള്ളവ അതെങ്ങനെ ഭഗവാന് വരും? ഇതെല്ലാം അജ്ഞാനികൾക്കുള്ളതാണ്. അത് സുജ്ഞാന രൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു. വിചാരിച്ച് കാണിക്കലോ ഇവിടെ അതങ്ങനെ ഭഗവാൻ നമുക്ക് വേണ്ടി കാണിക്കുന്നു.
അതാണ് ഇതിലെടുത്ത് പറയുന്നത്. അറിയാത്തതോട് പലരും വിചാരിക്കുന്ന വേറെ തിരിച്ച്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഇതെന്നെ അറിയുള്ളൂ. ഇത് ഭഗവാന് മറ്റൊന്നുമില്ല, അജ്ഞാനി അല്ലല്ലോ, ഭഗവാൻ അജ്ഞാനനല്ല, സുജ്ഞാനിയാണ്. അപ്പോൾ ഭഗവാൻ ഇത് ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ച് കാണെങ്കിലോ സംഭവിക്കുന്നത് ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ. സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. ഭഗവാന് ഇങ്ങനെ ഈ കിം പരമാത്മ സൗഖ്യ ദുഃഖ, ഭഗവാന് സുഖദുഃഖങ്ങളില്ല, അത് സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. ഭഗവാൻ എന്താ ഉള്ളേ? സമ്പ്രതി നിത്യ ആനന്ദമാത്രം പരം. അപ്പോൾ ഇങ്ങനെയുള്ള സുഖദുഃഖ സൗഖ്യവും സുഖവും ഇത് പരമാത്മാവായ ശ്രീരാമനില്ല. സമ്പ്രതി എന്താ ഉള്ളേ? നിത്യവും ആനന്ദം മാത്രം. ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. അതാണ് പരമാത്മാവിനുള്ളത്. ശ്രീരാമനും ഒക്കെ അതാണുള്ളത്. മനുഷ്യജന്മം എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് വേണ്ടി അത് കാണിച്ചു വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിത്യം ആനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരൻ പുമാൻ. മായാ ഗുണങ്ങളിൽ സംഗതനാകയാൽ മായാ വിമോഹിതന്മാർക്ക് തോന്നും വൃഥ. ഈ മായാ ഗുണങ്ങളിൽ സംഗതനായതുകൊണ്ട് നമ്മൾ മായ ചുറ്റിപ്പറ്റി കിടക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നു വൃഥ. ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെ ഓർത്താൽ ബുധന്മാരുടെ മതം. ഇത് ബുധന്മാരുടെ അല്ല, ബുധൻ വിദ്വാനാണല്ലോ, അബുധന്മാരുടെ. ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അത് ഒക്കെ ഓർത്താൽ ബുധന്മാർ, അബുധന്മാര് ഒക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. അജ്ഞാനിയുടെ ലക്ഷണം, അജ്ഞാനിയുടെ രീതിയാണ്. ഇവിടെ ശ്രീരാമന് അജ്ഞാനിയല്ല, ബുധനാണ്, വിദ്വാനാണ്. അതുകൊണ്ട് ഭഗവാൻ അതില്ല. ഉള്ളത് ആർക്കാ? അബുധന്മാർക്ക്, അജ്ഞാനികൾക്ക്, വിദ്വാൻമാരല്ലാത്തവർക്ക്. ഇനി രാവണാദികളുടെ ആലോചന. അക്കഥ ഈ കഥ അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി നമുക്ക് അങ്ങോട്ടുള്ള ആലോചന, രാവണയുടെ ആലോചന പോണു. ഇത്രയും പറഞ്ഞപ്പോൾ അതവിടെ നമുക്കൊരല്പം ആശ്വാസം കിട്ടും. ഭഗവാന് ഇങ്ങനെയൊക്കെയാണ്, ഭഗവാൻ വിദ്വാനാണ്, മഹാത്മാവാണ്, ഭഗവാന് സുഖദുഃഖങ്ങളില്ല. മായ പിടിക്കുന്ന ആളെ നമ്മളെയൊക്കെ സാധാരണക്കാരന് മായ പിടിക്കൂ, ഭഗവാൻ അതൊന്നുമില്ല. അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്ക് വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നൂരനന്തരം. സമുദ്രം പോലെ പരന്ന് വാരാനിധിക്ക് സമുദ്രത്തിൻ്റെ വടക്കേക്കര വന്നും കൊണ്ട് അവരെല്ലാം നിരനിരയായപ്പോൾ സമുദ്രം പോലെ അങ്ങ് പരന്നൂരനന്തരം അവരെല്ലാം നിരന്നപ്പോൾ സമുദ്രം പോലെ തോന്നിക്കുന്നു ഈ ജനങ്ങളെ, ഈ കവികളെ കണ്ടപ്പോൾ. ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ. മന്ത്രികൾ തമ്മി വരുത്തി വിരവോട് മന്ത്രി നികേതനം പുക്കിരുന്നേടിനാൻ. അതായത് രാവണൻ മന്ത്രികളുമായി ആലോചിക്കുന്ന ഗൃഹമാണ് മന്ത്രനികേതനം. അവിടെ ശങ്കാവിഹീനം ജയിച്ച് ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ. മന്ത്രികൾ തമ്മിൽ വരുത്തി വിരവോട് മന്ത്രനികേതനം പുക്കിരുടൻ. രാവണാദികളുടെ ആലോചനയാണ്. അവർക്ക് ആലോചിക്കാൻ രാജാവല്ലേ, അവർക്ക് പ്രത്യേക നികേതനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് ആലോചിക്കാനും സംസാരിക്കാനും, എങ്ങനെ യുദ്ധത്തിൻ്റെ ശ്രീരാമനൊക്കെ വരുമ്പോൾ എന്തായി തീരണം, ഇതിന് എന്താ ഒരു പോംവഴി എന്ന് അവരും കണ്ടുപിടിക്കുന്നു. അവരുടെ ആലോചനയാണ്. ആതിഥേയ അസുരേന്ദ്രാദികൾക്ക് അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും അവരിങ്ങനെ ചിന്തിക്കുന്നു. ആതിഥേയ അസുരേന്ദ്രാദികൾക്ക് പോലും അരുതാതൊരു പറ്റാത്തൊരു കർമ്മങ്ങൾ ആര് ചെയ്തു? മാരുതി. രാവണനെ ശ്രദ്ധിച്ചു എല്ലാവരെയും വിളിച്ചിരുത്തി ആലോചിക്കുന്നത്. ഇത്രയും ഹനുമാൻ ഇവിടെ ഇത്രയും അക്ഷയകുമാരനെ എല്ലാവരെയും കൊന്ന്, കാവൽക്കാരായ സൈന്യങ്ങളെയൊക്കെ കൊന്ന് ഈ ലങ്കയെല്ലാം ഇത്ര ചുട്ടുപിടിച്ചെങ്കിൽ ആതിഥേയന്മാർക്കോ അതോ അസുരന്മാർക്കോ ഇന്ദ്രാദികൾക്കോ അരുതാതൊരു, അവർക്ക് ആർക്കും പറ്റാത്തൊരു കാര്യം ഈ കർമ്മം മാരുതി ചെയ്തല്ലോ എന്ന് അയാൾക്കുള്ള മറ്റ് കൂട്ടരോട് സഹചരോട് പറയുന്നു. ഇതൊക്കെ ആലോചിക്കുന്നത് എന്താ ഇവിടെ കാണിച്ചത്? ഇത്രയെല്ലാം ഒരു ഹനുമാൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നാണക്കേടല്ലേ ഈ രാജാവിന്, ഈ രാവണന്. അവിടെയുള്ള മന്ത്രിമാരൊക്കെ ഇതൊക്കെ കൂടി ആലോചിക്കുക. ഇത്രയും ഭയാനകം ചെയ്തെങ്കിൽ അവൻ ആരാ ഹനുമാൻ? അപ്പം എന്തുമാത്രം നാണക്കേടായിപ്പോൾ. ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കുക. അവരെല്ലായിടത്ത് കൂടി ആലോചിക്കുന്നു. ആതിഥേയ അസുരേ ഇന്ദ്രാദികൾക്ക്, അസുരന്മാരും ആതിഥേയന്മാർക്കും ഇന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ. അത് നാണമായി നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ച അനവസ്ഥകൾ. ആ മന്ത്രികളോടെല്ലാം രാവണൻ ഇതിങ്ങനെ പറഞ്ഞു.
മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കുകയുമല്ലല്ലോ. ഇതെല്ലാം ലോകരറിയത്തില്ലേ? പോലെ ചെണ്ടയും കൊട്ടി എന്തോ ഇത് കൊട്ടി വാലിന് തീയും കത്തിച്ചുകൊണ്ടൊക്കെ ഉച്ചത്തിൽ കോഴിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ഹനുമനെ ഇപ്പൊ ശരിയാക്കാൻ പറയാൻ പോയത്, പക്ഷെ ആർക്ക് പറ്റി? അമ്മിളി എല്ലാവരും അറിഞ്ഞു. രാവണനെ ലങ്ക ചുട്ടതും എല്ലാം അറിഞ്ഞു. അക്ഷയകുമാരൻ മരിച്ചതും ഒക്കെ ജനങ്ങളെല്ലാം അറിഞ്ഞു. ഈ ചെണ്ട കൊട്ടി ഉച്ചത്തിലാക്കില്ലായിരുന്നു ആരും അങ്ങനെ അറിയില്ലായിരുന്നു. മാനമര്യാദയ്ക്ക് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഹനുമാനെ പിടിച്ചു നിർത്തി ഇതെല്ലാം ചെയ്യിച്ചു. അതുകൊണ്ട് മാരുതി വന്ന് ഇവിടെ ചെയ്ത കർമ്മങ്ങളാരും അറിയാതിരിക്കുകയുമില്ലല്ലോ. ഇങ്ങനെ രാവണനും മന്ത്രിമാരുടെ പറയുന്നു. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോട് വന്ന് അകമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതെ അഴിച്ചാൻ ഉപവനം. അങ്ങനെ ഇത്രയെല്ലാം ഒരു വാനരൻ ഊക്കോടെ വന്ന് ഇതെല്ലാം ചെയ്തിട്ട് ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത. ഈ വിഷമങ്ങളെല്ലാം സീതയെടുത്തതൊക്കെ വന്ന എല്ലാ സംഭവങ്ങളെല്ലാം കഴിഞ്ഞത് നാണക്കേട് തന്നെ. നക്തഞ്ചരന്മാരെയും വധിച്ച് എന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ഒരുപാട് രാക്ഷസന്മാരെയും വധിച്ചു, എൻ്റെ പുത്രനായ അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊടിച്ചു, സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടം എന്നിയേ സ്വസ്ഥനായി പോയത് ഓർത്തോളം. എന്നിട്ട് സ്വസ്ഥനായി പോവുകയും ചെയ്ത് ഹനുമാൻ. സ്വസ്ഥനായി പോയത് ഓർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാവില്ലൊരു സംശയം. ഇതൊക്കെ ഓർത്താൽ എന്ത് നാണമാണ്, ഒരു സംശയവും വേണ്ടതിന് നാണക്കേട് തന്നെയാ. ഇത്രയെല്ലാം ചെയ്തിട്ട് സുഖമായി പോവുകയും ചെയ്തു ഹനുമാൻ. ഇപ്പോൾ കവികുല സേനയും രാമനും അബ്ധിതൻ ഉത്തരതീരെ മരുന്നാർ. ഇപ്പോൾ ഈ കവികൾ, ബാക്കി കവികുലങ്ങളെല്ലാം കൂടെ രാമനെല്ലാം സമുദ്രതീരത്ത് വന്നിരിക്കുന്നു. കർത്തവ്യം എന്ത് നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ച് കൽപ്പിക്കുക. നിങ്ങൾ മന്ത്രിമാരെ, നിങ്ങൾ ഇനി എന്താ നമ്മുടെ കർത്തവ്യം നമ്മളെല്ലാവരും ആലോചിക്കൂ. നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ചിത്തത്തിൽ നമ്മൾ മനസ്സിൽ നിരൂപിച്ച് കൽപ്പിക്കൂ. എല്ലാവരും കൂടി ആലോചിക്കൂ. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ട് അതുമൂലമായി വന്നീലൊരാപത്തിനി മമ സഹിതം നന്നായി വിചാരിച്ച് ചൊല്ലുവിൻ വൈകാതെ. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യം നിരൂപിക്കൂ. വിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ട് അതുമൂലമായി വന്നീല ഒരാപത്ത് ഇനിയും ഇനിയും ആപത്തൊന്നും വന്നില്ല, എന്നാൽ ഇനിയും അത് വേണം. നിങ്ങളുടെ ഹിതം മമ ഹിതം, എൻ്റെ ഹിതത്തിനൊത്ത് നന്നാ നിങ്ങൾ വിചാരിച്ച് അയാളുടെ ഹിതത്തിനൊട്ട് പറയുകയും വേണം. രാവണന് ഇഷ്ടമുള്ള രീതിയിലേ പറയാവൂ. അതല്ല അങ്ങനെ ചെയ്യരുത്, സീതയെ വിട്ടുകൊണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞാൽ അവരെ കൊന്നുകളയും. രാവണന്റെ ഇഷ്ടം മമഹിതം, അവന്റെ ഇഷ്ടം അനുസരിച്ച് വേണം പറയാൻ. സീതയെ വിട്ടുകൊടുക്കരുത്. അവർക്ക് മന്ത്രിമാർക്ക് എന്താ വേണം? അനുഭവിക്കുന്ന ആ കുലം മൊത്തം മുടിക്കുന്നത്. അപ്പോൾ രാവണന് ഇഷ്ടപ്പെട്ട രീതിയിൽ രാവണന്റെ സ്വഭാവക്കാർ അങ്ങനെ പറയും, ഇഷ്ടം വരാൻ വേണ്ടി, രാവണന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി. അങ്ങനെ അതുകൊണ്ട് വന്നീരൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു. അപ്പം എൻ്റെ ഹിതം, രാവണന്റെ ഹിതം അനുസരിച്ച് നിങ്ങൾ വിചാരിച്ച് ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം. എൻ്റെ കണ്ണുകളാണ് നിങ്ങളിലെ എന്നിലെ സ്നേഹം, എന്നുള്ള സ്നേഹമൊക്കെ എനിക്ക് അത് നിങ്ങൾക്ക് അചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ അധമവും ഇത്തം ത്രിവിധമായുള്ളൂ വിചാരവും. എന്തെങ്കിലും വിചാരിച്ചാൽ ഒന്നി ഉത്തമമായിരിക്കണം, അല്ലെങ്കിൽ മധ്യമം, അല്ലെങ്കിൽ അധമം. എല്ലാവർക്കും കൂടെ ഒത്തൊരുമയോടെ ഒരു കാര്യം ഒരിട്ടം പറയുമ്പോൾ എല്ലാവർക്കും ഒത്തു വരുന്നതാണെങ്കിൽ അത് ഉത്തമമാണ്. ചിലർ അതിൻ്റെ ഊനം അല്പം കുറച്ചും കൂട്ടിയൊക്കെ അത് ഇന്നപോലെ ചെയ്യണം, മറ്റുള്ള പറയാം അത് അങ്ങനെയാണ്. അങ്ങനെ അതും ഒരു ഒത്തുതീർപ്പൊക്കെ ആയി എല്ലാവരും ഒത്തിച്ച് ആക്കി എടുക്കുമ്പോൾ അത് മധ്യമം. എന്നാൽ ഇത് പറഞ്ഞത് വാക്ക് ഇഷ്ടപ്പെടാൻ അങ്ങോട്ട് അടികൂടി പോണത് അധമം. അതാണ് ഇത് പറയുന്നത്. ഉത്തമം മധ്യമം പിന്നീട് അധമവും ഇത്തം ത്രിവിധമായുള്ളൂ വിചാരവും. നമ്മുടെ വിചാരങ്ങൾ 3 വിധമാണ്. സാധ്യം ഇതമിതം ദുസ്സാധ്യമാമിതം. സാധ്യം അല്ലെന്നുള്ള 3 പക്ഷങ്ങളും. അപ്പോൾ സാധ്യം എന്നുള്ളതും ദുസ്സാധ്യം പാടാണെന്നുള്ളതും സാധ്യം അല്ലെന്നുള്ളതും, അതാണ് 3 പക്ഷവും. കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞ് തോന്നിയിടുന്നത് മുതാ. നമ്മളെല്ലാം ഈ ഇരിക്കുന്ന മന്ത്രിമാരും രാവണൻ ചേർന്നിരിക്കുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ തുല്യമായിട്ട് തോന്നുന്നെങ്കിൽ അത് അങ്ങനെ വാട്ടം ഒഴിഞ്ഞ് ഒരു കുഴപ്പമില്ല തോന്നിയിടുന്നത് മുതാ. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നീദൃശം എന്നുറച്ച് ഒന്നിച്ച് കൽപ്പിപ്പത് ഉത്തമം. അങ്ങനെ അന്യോന്യം തങ്ങളി പറയുന്നത് എല്ലാവർക്കും സന്തോഷമായിട്ട് അത് പറയുന്നത് ഇത് പറയുന്നത് എല്ലാം ഒരുപോലെ എല്ലാം സന്തോഷമാണ്, അങ്ങനെ ആകട്ടെ എന്നെല്ലാം ഒന്നിച്ചത് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ അത് ഉത്തമമാണ്. പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ. ഇനി മധ്യമത്തെ പറ്റി പറയുവാണ്. ഓരോ തരം പറഞ്ഞു നിങ്ങൾ ഉള്ളത് തീരുവാനായി പ്രതിപാദിച്ച അനന്തരം
ഒരാളെന്ന് പറയുമ്പോൾ അതെ അത് അങ്ങനെയാണോ, ഇത്തിരി ഇങ്ങോട്ട് ചെയ്താലോ, എന്നാൽ അങ്ങനെ ആവട്ടെ. അങ്ങനെ എല്ലാവരും കൂടെ പലതും പറഞ്ഞു ഒപ്പിച്ചെടുക്കുന്നത്. നല്ലത് ഐകമത്യമായ ഏവരും ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവത്. അതാ നല്ലത് എന്ന ഐക്യം എല്ലാവരും കൂടെ ചേർന്ന് ശരി എല്ലാവരും പറഞ്ഞ് ഇത് തന്നെ എല്ലാവരുടെ ഒത്തൊരുമ വന്നു. അങ്ങനെ നല്ലത് എന്ന ഐകമത്യമായ ഏവരും ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവത്. അങ്ങനെ പിരിയണം, അടികൂടാതെ. കുറവും കൂടുതലൊക്കെ അങ്ങോട്ട് നികത്തി എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് അങ്ങനെ ആകട്ടെ, അങ്ങനെ നമുക്ക് അങ്ങനെ തുടങ്ങാം എന്ന് പറയുന്നത് മധ്യമമായുള്ള മന്ത്രമതന്നിയേ. അത് മധ്യമം. അതേസമയം ആദ്യം ഉത്തമം എന്താ, എല്ലാവരും പറഞ്ഞ ഒന്നുപോലെ ഇരിക്കും. ശരി അങ്ങനെ തന്നെ, അത് നല്ലത് തന്നെ, അപ്പോൾ അത് ഉത്തമം. ഒരു അതിലൊരു കുറവില്ല, എല്ലാം ഒരുപോലെ. ഇവിടെ ഇച്ചിരി കുറവും കൂടുതലും വരും. ഒരാൾ പറയുന്നത് അല്പം കുറവ്, അങ്ങനെ വരുമ്പോൾ ഇത് പറഞ്ഞ് ഒപ്പിച്ചെടുക്കുന്നു. എല്ലാം അവസാനം എല്ലാം ഐകമത്യമാവും. അത് മധ്യമം. ചിത്ത അഭിമാനേന താൻ പറഞ്ഞതും സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞത് ബോധിച്ച് മറ്റേവനും പറഞ്ഞ് ഈർഷയാ കാലുഷ്യ ചേതസ കൽപ്പിച്ചു. കൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളതാ. അത് അധമമന്ത്രയും. അങ്ങനെ ആര് പറയുന്നതും വഹവകത്തില്ല. അതും ഒരാൾ പറയാം അതും തെറ്റി, അങ്ങോട്ടും അടിയായി പിടിയായി, ഞാൻ ഇങ്ങനെയാണല്ലോ നിൽക്കുന്നുള്ളൂ. മറ്റവർ ഞാൻ അതിൽ കൂട്ടുകൂടുന്നില്ല, എനിക്കിപ്പോൾ ഇങ്ങനെയാണല്ലോ പറ്റും. ഇങ്ങനെ അവരത് അടികൂടി ഒരു ഒത്തീർപ്പില്ലാതെ പിരിഞ്ഞങ്ങ് പോകും. ഇന്ന് മന്ത്രിസഭ നടക്കുന്നത് അങ്ങനെയാണല്ലോ, തങ്ങളിൽ അടികൂടി അങ്ങോട്ട് എന്തെല്ലാമാണ് കാണിക്കുന്നത്. അതുപോലെ ഒത്തുതീർപ്പാവത്തില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ. അങ്ങനെ അടികൂടി തിരിഞ്ഞങ്ങ് മാറി അങ്ങ് പോവും, നടപ്പായോ ഇല്ല. അതിനാണ് അധമം. അതാണ് കാലുഷ്യ ചേതസ, ദേഷിച്ച് മനസ്സ് കൽപ്പിച്ചു. കൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം ഇന്നും സഭ കൂടും, അതും ഒത്തില്ല. അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സഭ കൂടാം, അപ്പോഴും ഒക്കത്തില്ല. ഇങ്ങനെ കാലങ്ങൾ ദീർഘമായി പോകും, ഒരിക്കലും ഒത്തുതീർപ്പ് വരത്തില്ല. അങ്ങനെ നിന്ദയും പൂണ്ട് പിരിയുന്ന മന്ത്രമോ, അങ്ങനെ വരുന്ന സംസാരങ്ങൾ നിന്ദ്യമായുള്ളോന്ന് അധമം അതെത്രയും. അതാണ് അധമം. എന്നാൽ ഇവിടെ നമുക്ക് എന്തു നല്ലതെന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ച് ചൊല്ലുവിൻ. എന്നാൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്നിച്ച് ഒത്തുതീർപ്പാക്കുവിൻ. ഇങ്ങനെ രാവണൻ അത് കേട്ടുള്ളവ ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. അദ്ദേഹത്തിന് ചേർന്ന് ഇംഗിതന്മാർ പറയുന്നു, രാക്ഷസന്മാർ പറയുന്നു, നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും നന്നെത്രയും ഇത് നല്ലത് തന്നെ. ഇത് ഓർത്തോളം ഉള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ എന്നൊരാകുലം എന്തു ഭവിച്ചതോ മാനസേ. ഈ ലോകങ്ങളെല്ലാം ജയിച്ച ആളല്ലേ രാവണൻ. ആരോടെല്ലാം എതിർത്തിട്ടുണ്ടെങ്കിലും ഇന്ദ്രനെ പോലും എല്ലാവരെയും അങ്ങനെ ജയിച്ച ആളല്ലേ. പിന്നെ ഇതിനെന്താ ഇത്ര വിഷമം, ഈ മനസ്സിനെന്താ ഇത്ര ആകുലം വന്ന് എന്താ കാരണം, ഒരു ധൈര്യമില്ലാത്ത എന്താന്ന് ചോദിക്കുന്നത്. മർത്യനാം രാമങ്കൽ നിന്ന് ഭയം തവചത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. മനുഷ്യനായ മനുഷ്യൻ രാമൻ മനുഷ്യനല്ലേ. മനുഷ്യനായ രാമങ്കൽ നിന്ന് ഇത്ര ഭയം തവചത്തെ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഭവിക്കാൻ എന്താ ഇതൊരു അത്ഭുതം തന്നല്ലോ. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ, അത് ഇന്ദ്രനെ പോലും, വൃത്രാരി ഇന്ദ്രനെ മുമ്പ് യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വ വിനിക്ഷിപ്യ പത്തനെ സത്വരം, അത് ബന്ധിച്ച് രാജധാനിൽ വെച്ച് അങ്ങനെ അയാളെ ജയിച്ചു. എന്നിട്ട് പിന്നെ വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥൻ അതോർക്ക. അതായത് അയാളുടെ മോനോ അനിയനോ കണ്ട പുത്രൻ വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാ മേഘനിനാഥൻ അതോർക്ക നീ. മേഘനാഥൻ നമ്മൾ അങ്ങനെ പറയുന്നത്, മേഘനിനാഥൻ ഓർക്ക നീ. അപ്പോൾ അങ്ങനെയല്ല അന്ന് ജയിച്ചില്ലേ, കീർത്തി വളർത്തിയില്ലേ. അത്രമാത്രം കീർത്തി വന്നവരല്ലേ ഇപ്പം ഈ രാമനെ ഓർത്ത്, മനുഷ്യനായ രാമനോർത്ത് എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നതും വിഷമിക്കുന്നതും. വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതാശ്രമം പോരും ദശാന്തരേ. അതായത് വിത്തേശനെ മുമ്പ് വിത്തേശൻ എന്ന് പറഞ്ഞാൽ അതിനെ യുദ്ധത്തിൽ മധ്യേ വെച്ച് ജയിച്ചിട്ട് ജിതാശ്രമം പോരും ദശാന്തരി, അങ്ങും ജയിച്ചു വന്നില്ലേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചത് അത്ഭുതം എത്രയും ഓർത്ത് കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ, കാലനിണ്ടത്താൽ ഒരു ഭയമുണ്ടാവൂ. പുഷ്പക വിമാനവും അങ്ങനെ ജയിച്ച് കിട്ടിയില്ലേ. അത് യമനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ, കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. കാലിനെ ജയിച്ചെങ്കിൽ കാലിൻ്റെ ഒരു ദണ്ഡനത്തിന് എന്തിനിങ്ങനെ ഭയക്കുന്നു, കാലിനെ പോലും ജയിച്ച ആളല്ലേ. ഹുങ്കാരമാത്രണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. അത് ഹും എന്ന ശബ്ദം കൊണ്ട് വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലേ, യുദ്ധത്തിൽ വരുണനെ ജയിച്ചില്ലയോ. ഹും ആക്കിയപ്പോൾ
മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റലരാരു മറ്റുള്ളത് ചൊല്ലു നീ. ഇത്രയെല്ലാം കാര്യങ്ങളെല്ലാം ജയിച്ചില്ലേ, പിന്നെ എന്താ ഇനി ഇതിനെന്താ ഇങ്ങനെ വരാൻ കാരണം? പിന്നെ മയനാ മഹാസുരൻ പേടിച്ച് കന്യക രത്നത്തെ നൽകിയില്ലയോ തവ? താങ്കൾക്ക് തവ എന്തോ അതിൻ്റെ പേര്, രാവണന് മയനാം മഹാസുരനെ പേടിച്ചിട്ട് മഹാസുരൻ പേടിച്ച്, ഈ രാവണനെ പേടിച്ചാരാ? മയാസുരൻ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുകുട്ടി സ്ത്രീയെ കന്യകയെ നൽകിയില്ലയോ? ഇദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത രാവണ പാവപ്പെട്ട മയാസുരൻ്റെ മകളെ കൂടെ പേടിച്ച് അയാളിഞ്ഞ് കൊടുത്തു ഇയാൾക്ക്. കന്യക രത്നത്തെ നൽകിയില്ലയോ തവ? ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു. അത് ദാനവന്മാരാരാ? അസുരന്മാർ താങ്കൾ കരം, ഭൂമിക്കൊക്കെ കരം കൊടുക്കണമല്ലോ, ഇതൊക്കെ കരം തന്ന് പൊറുക്കുന്നു. അത്രമാത്രം ദുഷ്ടതലത്തിൽ ഇയാളെല്ലാം കടന്നു പിടിച്ച് മേടിച്ചോളും. ഭയന്നിട്ട് അവരൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു കരം. പിന്നെ മാനവന്മാരെ കൊണ്ട് എന്തു ചൊല്ലണമോ? അസുരന്മാർ കരം തരുന്ന മനുഷ്യരെ കൊണ്ട് പറയേണ്ട കാര്യമുണ്ടോ? അത്രമാത്രം മനുഷ്യരെ കൊണ്ട് എന്തെല്ലാമാണ്. അതുകൊണ്ട് മാനവന്മാരെ കൊണ്ട് എന്ത് ചൊല്ലണമോ? കൈലാസ ശൈലം ഇളക്കിയെടുത്ത് ഉടൻ ആലോല അമ്മാനയാടിയ കാരണം, അതായത് കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോല അമ്മാനമാടിയ കാരണം കൊണ്ട് കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ? ഈ ചന്ദ്രഹാസം വാൾ കൊടുത്ത പരമശിവനാ. അതുകൊണ്ട് കാലാരി ആരാ? ശിവൻ അങ്ങനെ കൈലാസം എടുത്ത് ഇളക്കി മറിച്ച് അമ്മാനമാടി അന്ന് പണ്ടൊരിക്കെ. അതുകൊണ്ട് കാലാരിയായ പരമശിവന്റെ ചന്ദ്രഹാസം തന്നില്ലയോ? മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സി? എന്തെങ്കിലും കാരണമുണ്ടോ ഇങ്ങനെ വിഷമിക്കാൻ മനസ്സിന്? ഈ ഒരു മനുഷ്യനായ ഈ ശ്രീരാമനെ കൊണ്ട് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ? ഇത്രയും ഭയങ്കരമായ കൃത്യങ്ങളല്ലേ ചെയ്തതല്ല? ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബല ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. ഈ ത്രിലോകങ്ങളിലുള്ള വസിക്കുന്നവരെല്ലാം, 3 ലോകത്തിലുള്ളവരും ഭവൽ ബലം, അതായത് രാവണന്റെ ഈ ബലത്തെ ഭീതി കലർന്ന് മരുവുന്നു. എല്ലാവരും രാവണൻ എന്ന് പറഞ്ഞാൽ ഭയക്കുവാണ് ഈ 3 ലോകത്തിലുള്ളവരും. മാരുതി വന്ന് ഇവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്ക് ഓർക്കിൽ നാണമാം. മാരുതി ചെയ്ത കാര്യങ്ങളൊക്കെ ഹനുമാൻ ഇവിടെ ചെയ്തോർത്ത നാണക്കേടല്ലേ, നാണമാം. മാരുതി വന്ന് ഇവിടെ ചെയ്ത കർമ്മങ്ങൾ, അശോകമന്നെ കൊന്നതും ലങ്ക ചുട്ടു ഭസ്മമാക്കിയതും വീരരായുള്ള നമുക്ക് ഓർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാൽ ഏതും ഒരാമയമെന്നിയെ പോയിക്കൊണ്ടതും അവൻ. നാം ഒന്ന് ഉപേക്ഷിച്ച്, അതായത് ഈ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അവരൊരു ഉപേക്ഷ കാണിച്ചുകൊണ്ടാണ് പിന്നെ ഇവൻ കാരണം ഏത് ഒരാമയോ ഒരു വിഷമോ ഇല്ലാതെ അങ്ങ് പോയത്. ഇവർ മനഃപൂർവ്വമായിട്ട് വിചാരിച്ചെങ്കിൽ പൊടി പോലും ഹനുമാനെ കിട്ടാതെ ഹനുമാൻ അവിടെ വധിച്ചേനെ. അതൊന്നും അവരൊരു ദാക്ഷിണ്യം കൊണ്ടങ്ങ് പോയതാണ് എന്ന്. അതായത് നാം ഒന്ന് ഉപേക്ഷിക്കുക കാരണാൽ, വേണ്ടാന്ന് വെച്ചത് കൊണ്ട്, കാരണം ഏതും ഒരാമയമെന്നിയെ ഒരു വിഷമം കൂടാതെ പോയിക്കേണ്ടത് അവൻ. അതുകൊണ്ടാണ് ഹനുമാൻ അങ്ങ് രക്ഷപ്പെട്ടു പോയത്. ഇല്ലെങ്കിൽ വധിച്ചേനായിരുന്നു ഇവര്. ഞങ്ങൾ ആരാനും അറിഞ്ഞാകിൽ എന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഈ മന്ത്രിമാരൊന്നും രാത്രി ആയിരുന്നല്ലോ, ആരെയും അറിയിച്ചില്ല. അവരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ഈ മന്ത്രിമാർ ഞങ്ങളങ്ങണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ നേരെ ചൊവ്വ ഇവിടുന്ന് പോകത്തില്ലായിരുന്നു. ഞങ്ങൾ ആരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ദിത്തം ദശമുഖനോട് അറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിൽ ഏകനെ മാനസെ കൽപ്പിച്ചയക്കുന്നതാകിലോ. ഒരുത്തനെങ്കിലും അങ്ങനെ അയച്ചാൽ മാനുഷജാതികളില്ല ലോകത്തെങ്കിൽ വാനരജാതിയും ഇല്ലെന്ന് വരും. ആ മന്ത്രിമാർ പറയാം, ഞങ്ങൾ ഒരുത്തനെങ്കിലും ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യരും ഈ വാനരന്മാരും ഇവിടെ കാണുകയില്ലായിരുന്നു. ഇന്നൊരു കാര്യവിചാരമാക്കി പലർ ഒന്നിച്ചുകൂടി നിരൂപിക്കുക എന്നത് ഇതൊരു കാര്യം നമ്മൾ വിചാരിച്ച് ഒന്നിച്ചുകൂടുക. എത്രയും പാരം ഇളപ്പം നമുക്കത് ഉൾത്താരിൽ ഓർത്താരുളയണം ജഗൽ പ്രഭു. നക്തഞ്ചരവരിത്തം പറഞ്ഞളവ് ഉൾത്താപം ഒട്ടു കുറഞ്ഞു ദശാസിനും. മന്ത്രിമാരെല്ലാം ആശ്വാസവാക്കുകളൊക്കെ കുറച്ച് പറഞ്ഞപ്പം രാവണന് അല്പ സമാധാനമായി. രാവണ കുംഭകർണ സംഭാഷണം. ഇനി കുംഭകർണനായിട്ടുള്ള സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ മിത്രതും അഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢമോദം നിജ പീഠം അതിന്മേലിരുത്തി ദശാസനും. രാവണൻ അങ്ങനെ കുംഭകർണനെ അവിടെ നിദ്രയൊക്കെ 6 മാസത്തെ ഉറക്കമുള്ള ആളാ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ കൈവിട്ട് കളഞ്ഞിട്ട് ഇദ്ദേഹത്തിലൊക്കെ വന്നു. വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്ത അനുരാഗേണ കേൾപ്പിച്ചനന്തരം സന്തോഷമായിട്ട് സ്നേഹത്തോടെ പറഞ്ഞു കേൾപ്പിച്ചു കുംഭകർണനെ. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ച് ഭൂമിയിൽ വാഴുകുന്ന അതിൻ മമാ ദേവത്വം
ദൈവത്വം ആശ കിട്ടുന്നത് നല്ലതും. നമ്മുടെ ഭൂമിയിലിങ്ങനെ നന്നായി നമുക്ക് വാഴണമെങ്കിൽ അത് ദൈവത്വം ആശ ദേവന്മാരുടെ ഇത് കിട്ടുന്നതാണ് നല്ലത്. ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടതാണ് നല്ലത്. അത് കുംഭകർണൻ നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും, അത് ജ്യേഷ്ഠനായ രാവണൻ ചെയ്ത കർമ്മങ്ങൾ, ത്വൽ പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ, പ്രാണഹാനി തന്നെ വരുന്നതാണ് താങ്കൾ ചെയ്ത ഈ കർമ്മം. കാരണം സീതയെ കൊണ്ടുവിടെ വെച്ചേക്കുന്നത്. രാമൻ ഇതങ്ങനെ പറയുകയും ചെയ്യും, വിധിയായിട്ടങ്ങ് കളഞ്ഞിട്ട് ഒത്ത് നിൽക്കുകയും ചെയ്യും. ആദ്യം ഇതൊക്കെ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് സംഭവം ഇതാണ്, പക്ഷേ വാസന, കഴിഞ്ഞ ജന്മത്തെ വാസന നമുക്ക് അനുഭവിക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒത്തു നിൽക്കും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങൾ ഒക്കെയും ത്വൽ പ്രാണഹാനിക്ക് തന്നെ ധരിക്ക നീ. ഇത് രാവണന്റെ പ്രാണഹാനിക്ക് ആണ്. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമേ. രാവണനെ പെട്ടെന്ന് കണ്ടാൽ പിന്നെ ഭൂമിയിൽ വാഴ്വാനുള്ള ഒരു അവകാശവും ഇല്ല. അങ്ങനെ ആക്കും ശ്രീരാമൻ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. താങ്കൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീരാമനെ സേവിക്കൂ. രാമൻ മനുഷ്യനല്ലേ ഏക സ്വരൂപനാം രാമൻ. കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്നത് അത് രാവണനും അറിയാം ശ്രീരാമൻ നാരായണനാണെന്ന്, മഹാവിഷ്ണു ആണെന്ന്. പക്ഷേ ഇവിടെ നടക്കത്തില്ല. സംഭവം ഇങ്ങനെ വന്നേ പറ്റുള്ളൂ. അത് വരം മേടിച്ച് വെച്ചേക്കുന്നതാണല്ലോ. രാമൻ മനുഷ്യനല്ലേ ഏക സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ, താങ്കളുടെ നാശം വരുത്തുവാനാണ് സീതയുടെ ജാതയായത്. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. അതായത് ഇപ്പം മാനിങ്ങനെ മേഞ്ഞു നിൽക്കുമ്പോൾ എന്തെങ്കിലും നാദഭേദം കേൾപ്പിക്കും ഈ അമ്പയ്യാൻ വരുന്നത്. അപ്പോൾ മാനിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും, അനങ്ങാതെ അമ്പയ്യുന്നവർക്ക് വൂക്കിനങ്ങ് ചെയ്ത് കൊടുക്കുക, നിന്ന് കൊടുക്കുക. അതുപോലെ മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തെങ്കിൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കും. ചൂണ്ടയിലിട്ട് കുരുങ്ങി അത് മരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും തിന്നോളാമത്ത ആഗ്രഹം കൊണ്ട് ഓടി വരും, എന്നിട്ട് അങ്ങ് മരിക്കുക, ചൂണ്ടയിടും നേർക്ക്. അതുപോലെ അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നത്. അവണ്ണം തീ കൂട്ടിയിട്ട ഒരു ബൾബായാലും കത്തിച്ചിട്ട ചിത്രശലഭങ്ങളെല്ലാം ഓടി അവിടെ വരുന്നു. എന്താ അഗ്നി കാണുമ്പോൾ എന്താ അമൃതം കണ്ട അന്ന് പറഞ്ഞ് ഓടി, പക്ഷെ മരിച്ചു പോകുന്നു. തീവർക്ക് ആണ്. അതുപോലെ ജാനകിയെ കണ്ട് മോഹിക്ക കാരണം ഈ അഗ്നിശലഭങ്ങളും അതുപോലെ ഈ രണ്ടും ഉദാഹരണം കൊടുത്തില്ലേ, അതുപോലെ രാവണൻ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്ത അഗ്നി ശലഭങ്ങളെ പോലെ അഗ്നിയിൽ ചാടി മരിക്കുന്നത് പോലെ മോഹിച്ച് ആഗ്രഹിച്ച് സീതയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അതാണ് ഇതുപോലെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. അഗ്നിയെ കണ്ട് ശലഭങ്ങൾ മരിക്കുന്ന പോലെ സീതയെ കണ്ട് മോഹിച്ച് ഇത് തന്നെ അനുഭവം. ഇത് കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്നു. നല്ലതല്ലേതും എനിക്ക് ഇതെന്നുള്ളത് ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നതെന്നാകിലും, നല്ലതല്ല ഇതൊക്കെ എനിക്കറിയാം എങ്കിലും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലും അതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലേ വാസന കൊണ്ടത് നീക്കരുത് ആർക്കുമേ. ഇതെല്ലാം എനിക്കറിയാം. അങ്ങനെ കുംഭകർണനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് അത് നീക്കാൻ ആർക്കും ഒക്കത്തില്ല, അനുഭവിച്ചേ പറ്റൂ. വാസന കൊണ്ട് അത് മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കരുത് ആർക്കും ഈ ശാസനയാലും അടങ്ങുകയില്ല. ആര് ശാസിച്ചാലോ വഴക്ക് പറഞ്ഞാലോ പറ്റത്തില്ല. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. അറിവുള്ള ദിവ്യന്മാർക്ക് പോലും ഇങ്ങനെ സംഭവിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തെ വാസന അനുഭവിച്ചേ പറ്റൂ. അതിൽ ചില നല്ല നല്ല മഹാജ്ഞാനികൾക്ക് പോലും ചില വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വരുന്നത് എന്താ? അത് വാസനയാണ്. കഴിഞ്ഞ ജന്മത്തിലെ ചിലർക്ക് തോന്നുന്നു ഇത്രയും മഹാത്മാവ് ഭക്തൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ഇപ്പോൾ ദൈവമേ അത്രമാത്രം ഇങ്ങനെ എന്താ കാരണം? ആ കർമ്മഫലം കിടക്കുന്നു, അത് അനുഭവിച്ചണ്ടേ. അതുപോലെ വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. അപ്പൊ പിന്നെ വിദ്വാൻമാരായ ജ്ഞാനികൾ കൊണ്ട് പിന്നെ അജ്ഞാനിയായ രാവണന്റെ കാര്യം പറയണോ? അത് നമുക്കൊക്കെ അജ്ഞാനം നമുക്കുള്ള കാര്യം പിന്നെ പറയണോ? കാട്ടിയതെല്ലാം എല്ലാം അപനയം നീയത് നാട്ടിലുള്ളവർക്കോ ആപത്തിനായി നിർണയം. ഇതെല്ലാം ഇത് അപനയമാണ്, കാണിച്ചതെല്ലാം തെറ്റാണ്. ഇത് കാരണം നാട്ടിലുള്ളവർക്കും ആപത്തായി വരുന്നത്. കാരണം ഉള്ളവരെല്ലാം കൂടെ മരിക്കുമല്ലേ. ദുഷ്ടൻ ഒരാൾ ചെയ്യുമ്പോൾ ഞാൻ ഇതിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. അങ്ങനെ കുംഭകർണൻ പറഞ്ഞ് വാസന കൊണ്ടല്ലേ വരുന്നത്. അതുകൊണ്ട് എന്നാൽ ഞാനിനി കുംഭകർണൻ ഗുണദോഷങ്ങളെല്ലാം പറഞ്ഞെങ്കിലും നേരെ തിരിച്ചിട്ട് ഇനി അത് കാരണം എന്ത് വരുന്നു? ഞാൻ രാമനെയും എല്ലാവരെയും ഞാൻ ഒടുക്കാം, നശിപ്പിക്കാം.
ജാനകി തന്നെ അനുഭവിച്ചിടും നീ മാനസിക ഖേദമുണ്ടാകരുത് ഏതുമേ. രാവണന് ഒരു വിഷമം വേണ്ട, നീ രാവണൻ സീതയെ പിന്നെ അനുഭവിച്ചോളൂ. സീതയ്ക്ക് അത്ര സീത വേണമെന്നുള്ള ആഗ്രഹമല്ല, അത് തന്നെ നടക്കട്ടെ. എന്തായാലും അവസാനം വരുമ്പോൾ മരിച്ചേ പറ്റൂ. മരിക്കുന്ന മുമ്പ് ആഗ്രഹങ്ങൾ നടക്കട്ടെ. അതുകൊണ്ട് ദേഹത്തിന് അന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. അത് ദേഹം എപ്പോഴാലും പോകേണ്ടത് സമയത്ത് പോകും. എന്നാൽ നീ മോഹിച്ചതല്ലേ സീതയെ വേണമെന്ന്, അതുകൊണ്ട് നീ അത് സാധിച്ചു കൊള്ളുക എന്ന് കുംഭകർണൻ നല്ലതായിട്ട് ഇഷ്ടപ്പെടാൻ സംസാരിച്ചു കൊടുത്ത്. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടും ആപത്ത് നിർണയമോർത്ത് കണ്ണകാണ്. നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം വശനായി പോയാൽ ഇന്നത് വേണം, ഇന്നത് ചെയ്തേ പറ്റും, സീത എടുത്തേ പറ്റും, കിട്ടിയേ പറ്റുള്ള അതാണ് ഇന്ദ്രിയത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ വന്നാൽ എന്ത് വരും? ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് അതായത് ആപത്ത് വരും. ഇന്ദ്രിയങ്ങൾക്ക് വശനാം, ഇങ്ങനെ എടുത്തേ പറ്റൂ, ആര് പറഞ്ഞാലും കേൾക്കാതെ ആ ഇന്ദ്രിയ എനിക്ക് കണ്ടേ പറ്റൂ, എനിക്ക് തിന്നേ പറ്റൂ, എനിക്കത് അനുഭവിച്ചേ പറ്റൂ, എനിക്ക് ആ ഭോഗം നടത്തിയേ പറ്റൂ, എനിക്ക് സീതയെ കിട്ടിയേ പറ്റൂ, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ മോഹം ആപത്ത് നിർണയം ഓർത്ത് കണ്ണകാണ്. നമ്മളത് ആപത്താണെന്ന് മനസ്സിലാക്കുക. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടുന്ന സൗഖ്യങ്ങളൊക്കവേ അതിനെ ഇന്ദ്രിയത്തെ നിഗ്രഹിക്കാമെങ്കിൽ, അതിനെ കൊല്ലാമെങ്കിൽ പറഞ്ഞിട്ട് നിർത്തണം. മനസ്സേ നീ ഇവിടെ നില്ലേ, എൻ്റെ ഇന്ദ്രിയങ്ങളെ അവിടെ നില്ലേ, എങ്ങോട്ടും പോകണ്ട, അങ്ങനെ പറ്റി നിർത്തുന്നത്, അവിടെ അടക്കി ഒതുക്കി നിൽക്കുന്ന അങ്ങനെ പുരുഷന് വന്നുകൂടും സൗഖ്യങ്ങൾ ഒക്കെ, എല്ലാ സുഖങ്ങളും ഉണ്ടാവും. ഒരു വിഷമവും ഒരു ആപത്തും ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ഇന്ദ്രിയം അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, എങ്ങോട്ടും ഇറങ്ങി ചാടിപ്പോകും, അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കും. അതാണ് നിഗ്രഹം. ഇന്ദ്രിയ നിഗ്രഹമുള്ള ഇന്ദ്രിയത്തിനെ കൊല്ലുക, പറഞ്ഞാൽ പറഞ്ഞപടി നിൽക്കുക. അങ്ങനെയുള്ള പുരുഷന് വന്നുകൂടെ നിജ സൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം. കുംഭകർണോക്ക് നീ കേട്ടുള്ള ഇന്ദ്രജിത്തും പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇന്ദ്രജിത്തും പിന്നെ പറയുന്നു. ഈ കുംഭകർണന്റെ ഈ സംസാരം കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് എന്താ പറയുന്നത്? മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയെ ചെയ്യുകയിൽ എന്ന് ആശരാധീശ്വരനോട് ചൊല്ലിയിടി. ഇന്ദ്രജിത്ത് പറഞ്ഞു, ഞാൻ ഇതിനെല്ലാം ഒടുക്കിയിട്ട് വരാം, അതെനിക്ക് ആജ്ഞ തരൂ. രാവണ വിഭീഷണ സംഭാഷണം. വിഭീഷണൻ എന്താ പറയുന്നു നോക്കാം. അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രതൻ തന്നെ വണങ്ങിനാൻ. ജ്യേഷ്ഠനെ വണങ്ങി, അതായത് രാവണനെ തന്നരികത്തങ്ങ് ഇരുത്തി ദശാനനൻ സന്തോഷമായിട്ട് അങ്ങ് ഇരുത്തി അടുക്കെ ചൊന്നാൻ അവനോട് പഥ്യം. വിഭീഷണൻ യോഗ്യമായത് പറഞ്ഞു കൊടുക്കുന്ന അനുജൻ ജ്യേഷ്ഠന്. രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണം എന്നോട് വാക്കുകൾ ഇന്നു നീ ഞാൻ പറഞ്ഞ് കേൾക്കൂ. ജ്യേഷ്ഠ, നല്ലത് ചൊല്ലണം, എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. നല്ലത് വേണമല്ലോ പറയാൻ, ചൊല്ലുള്ള സ്നേഹമുള്ള രാവണനോട് സ്നേഹമുള്ള ബുധജനം, അറിവുള്ളവർ നല്ലത് പറയണ്ടേ. കല്യാണം എന്ത് കുലത്തിനെന്നുള്ളത് എന്ന് നമ്മുടെ കുലത്തിന് എന്താ സന്തോഷകരമായ കല്യാണം, മംഗളകരമായിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് എന്താ വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. നമുക്ക് എല്ലാവരും ഒന്നിച്ചിട്ട് ചിന്തിക്കണം. നമ്മുടെ കുലത്തിന് ദോഷം വരാത്തത് എന്താ വേണ്ടത്, അത് നമ്മളെല്ലാവരും ചിന്തിക്കണം. വിഭീഷണൻ പറയുക, യുദ്ധത്തിന് ആരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തെങ്കിൽ നക്തഞ്ചരാധിപ. ഈ ത്രിലോകത്തിൽ ആരാ രാമനോട് എതിർക്കാനുള്ളത്? ഉന്മത്തൻ പ്രഗസ്തൻ വികടനും. മത്തനും ഉന്മത്തനായ പ്രഗസ്തൻ വികടനും അത്രമാത്രം അഹങ്കാരികളായ അവരൊക്കെ സുപ്രഘ്ന യജ്ഞ അന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനും നികുംഭന കമ്പനൻ പമ്പൻ മഹോദരനും മഹാപാർശനും കുംഭകനും ത്രിശിരസതികായനും വേദാന്തകനും നിരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദി വീരനും യൂപാഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനും മല്ലവനോടോ എന്തുവാ ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാ ഇന്ദ്രജിത്തിനും ഇന്ദ്രജിത്തിനും അല്ലവനോടോ. അതായത് ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. ഇവരെല്ലാം അവർ പറഞ്ഞ കേട്ടാൽ ആപത്ത് വരുന്നതായിട്ട് ഇതെല്ലാം ഉന്മത്തന്മാരാണ് ഈ പറഞ്ഞവരെല്ലാം. അത് വിഭീഷണൻ നന്നായി പറഞ്ഞു കൊടുക്കുന്നത്. നേരെ പൊരുത് ജയിപ്പതിന് ആരുമേ ശ്രീരാമനോട് കരുതാകിയ മാനസേ. നേരെ ഒളിയമ്പ് ചെയ്യാതെ നേരെ പൊരുതാൻ ശ്രീരാമനോട് ആരും പറ്റത്തില്ല. ശ്രീരാമനായത് മനുഷ്യനല്ല, ആരെന്നറിവാനും ആമല്ലൊരുവനും. നമുക്ക് ആർക്കും അറിയാൻ പോലും പറ്റുന്നവനല്ല ശ്രീരാമൻ, മനുഷ്യനല്ല. ദേവേന്ദ്രനുമല്ല, വന്യയുമല്ലവൻ, വൈവസ്വതനും നിരുതയുമല്ല, പാശിയുമല്ല, ജഗൽപ്രാണനല്ല, വിത്തേശനുമല്ല,
വിത്തേശനുമല്ല, അവൻ ഈശാനനുമല്ല, വേദാവുമല്ല, ഭുജംഗാധിപനും അല്ല, ആദിത്യ രുദ്രവസുക്കളുമല്ലവൻ, സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ സൃഷ്ടിസ്ഥിതി ലയകാരണൻ. ഭഗവാൻ ആരാണ്? ഈ പറഞ്ഞവരാരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരനാണ്, മോക്ഷതനാണ്, സൃഷ്ടിസ്ഥിതി സംഹാരം, സൃഷ്ടിയും സ്ഥിതിയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന പരമാത്മാവാണ്. ഇത് വിഭീഷണൻ രാവണന് പറഞ്ഞു കൊടുക്കുന്നു. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ സൃഷ്ടിസ്ഥിതി ലയ കാരണൻ, മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ. അപ്പൊ ഹിരണ്യാക്ഷനെ കൊന്നു, പന്നിയായി മൈനിടം പാലിച്ചു കൊള്ളുവാൻ. ഇങ്ങനെ ഭഗവാൻ അവതരിച്ച് ഓരോരോ അവൻ നാരായണൻ ആരൊക്കെയാ ഇങ്ങനെ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ, ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. 3 ലോകവും ബലിയോട് വാങ്ങി. കൊന്നാൻ 21 തുട രാമനായി. പരശുരാമൻ 21 വട്ടം യുദ്ധം ചെയ്തു. മന്നവന്മാരായ അസുരാംശമാകയാൽ അന്നന്ന് അസുരരെ ഒക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നത് നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. ഇപ്പോൾ ഇങ്ങനെ വന്നത് ശ്രീരാമൻ ദശരഥപുത്രനായി വന്നത് നിന്നെ രാവണനെ ഒടുക്കാനാണ്. സത്യസങ്കല്പനാം ഈശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. ഭഗവാന്റെ ഈ സങ്കല്പങ്ങൾ ആ മതങ്ങളും വെറുതെ ആവത്തില്ല, ഇത് സംഭവിക്കണം, അതാണ് വന്നത്, അത് വെറുതെ ആകുന്ന കാര്യമല്ല. എങ്കിൽ എന്തിനു പറയുന്നത് എന്നൊരു ശങ്കയുണ്ടാകില്ല. ഇതിന് ചൊല്ലിയിടും ഞാനിതൊക്കെ എന്തിനാ പറയുന്നത് ശങ്കയുണ്ടെങ്കിൽ ഞാനത് പറയാം. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ഇത് അവരെയൊക്കെ കൊന്നെന്നൊക്കെ പറഞ്ഞത് എന്തിനാ ഞാൻ ചോദിക്കും. ഈ രാവണൻ അതിന് ഞാൻ പറയുന്നത് കേൾക്കൂ. സേവിപ്പവർക്ക്, ആരാണ് ഭഗവാനെ സേവിക്കുക? സേവിപ്പവർക്ക് അഭയം കൊടുത്ത് അഭയത്തെ കൊടുപ്പൊരു ദേവൻ അവൻ കരുണാകരൻ കേവലൻ. ഭഗവാനെ സേവിച്ചാൽ ഭഗവാൻ എന്താ കൊടുക്കുക? അഭയം കൊടുക്കും. അതിന് രാവണനോട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്തു, നീ അങ്ങനെ സീതയെ വിട്ടുകൊണ്ടിട്ട് ഭഗവാനെ സേവിക്കൂ, എന്നാൽ അഭയം തരും. ഇത് രാവണനോട് വിഭീഷണന്റെ അഭിപ്രായമാണ്. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു ദേവൻ അവൻ കരുണാകരൻ കേവലൻ, ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ, ആശ്രിതവത്സലൻ അംബുജലോചനൻ. ആശ്രിതവത്സലനാണ് ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. ഭക്തിയോട് ഭഗവാന്റെ തിരുവടി പദം, ആ ഭഗവാന്റെ പാദം നിത്യമായി നമ്മൾ സേവിച്ചു കൊള്ളുക മടിയാതെ, മടിക്കണ്ട. മൈഥിലി ദേവിയെ കൊണ്ടു കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈ തൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടും. ഏവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കുമേ. അങ്ങനെ അപരാധങ്ങളെല്ലാം ക്ഷമിച്ചു തരുന്ന ഭഗവാനാണ്. അതുകൊണ്ട് തൻപദം, അത് മോക്ഷം തരുന്നവനാണ്. അങ്ങനെ നൽകിയിടും നമ്മുടെ തമ്പുരാൻ. ഈ ശ്രീരാമൻ അത്രത്തോളം കൃപ ഇല്ല, മറ്റാർക്കും ഈ കൃപയില്ല. അത്രത്തോളം പരമാത്മാവായ ശ്രീരാമൻ അത്ര കൃപയുള്ളവനാണ്, ആശ്രിതവത്സലനാണ്. അതുകൊണ്ട് സീതയെ കൊണ്ടുകൊണ്ടിട്ട് ഭഗവാന്റെ കാൽക്രമൻ നമസ്കരിച്ചു. എല്ലാം പുറത്തോളും, അപരാധം പറഞ്ഞാൽ എല്ലാം കേട്ടോളും. കാടകം പുക്ക നേരത്ത് അതിബാലകൻ താടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ. കുട്ടിക്കാലത്ത് താടകയെ ഒരു അമ്പ് കൊണ്ട് കൊന്നു. വനത്തില് കൗശികൻ തന്നുടെ യാഗ രക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്ക് നൽകിനാൻ. തൃക്കാൽ അടിവെച്ച് കല്ലാം അഹല്യയ്ക്ക് ഭഗവാൻ വനത്തിൽ പോയപ്പോൾ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത ഒരു കല്ലായിട്ടിരുന്ന കല്ലില് ഭഗവാൻ തൃക്കാലടി ഒന്ന് ചവിട്ടുമ്പോൾ മോക്ഷം കിട്ടുന്നതാണല്ലോ. തൃക്കാലടി വെച്ചു കല്ലാം അഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം കൊടുക്കിയതോർക്ക നീ. ത്രയ്യമ്പകം വില്ല് ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ. അതായത് ത്രയ്യമ്പക വില്ല് മുറിക്കുന്നവർക്ക് സീതയെ കൊടുക്കുന്ന ജനകൻ പറഞ്ഞ വാക്ക് ആരെല്ലാം രാജാക്കന്മാർ പറഞ്ഞിട്ട് പറ്റാനും ഭഗവാൻ ശ്രീരാമനാണ് അത് നടത്തി സീതയെ കൊടുത്തു. അങ്ങനെ മയ്യൽ മിഴിയാളെയും കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആര് വന്ന്? പരശുരാമൻ. മാർഗമധ്യേ കഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും ദുഷ്ടന്മാരെയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഭഗവാൻ. അതൊക്കെ ചെയ്തെന്താ? ഒരുപാട് സാധുക്കളെ ചെയ്യുമ്പോൾ ഒരു ദുഷ്ടനങ്ങ് പോയാൽ പിന്നെ ബാക്കിയുള്ള സാധുക്കൾക്ക് ജീവിക്കാമല്ലോ. അപ്പം ഒരു കൊല ചെയ്താൽ എത്രയോ എണ്ണം രക്ഷപ്പെടും. 1 കൊല ചെയ്താൽ 100 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 എണ്ണം രക്ഷപ്പെടും. 1 കൊല ചെയ്താൽ
ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്ന് ഇവിടേക്ക് വന്ന അർണോജ നേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ചു. സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നാഹെന്ന തോന്നുന്നത് ഇങ്ങനെ. ഇതെല്ലാം കാരണം അറിഞ്ഞിട്ട് എന്താ ഇങ്ങനെ തോന്നുന്നത് ഈ സമയത്ത്? നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരാഗ്യം വൃഥ അങ്ങനെ പാടില്ല. തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. സീതയെ അതുകൊണ്ട് മടിക്കാതെ കൊടുക്കൂ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കും. അതോർക്ക നീ. ഈ ദുഷ്ടന്മാരായ കുറെ ആളുകളുടെ പേര് പറഞ്ഞില്ലേ മന്ത്രിമാർ, അവരെല്ലാം താങ്കൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് താങ്കളെ കൊല്ലിക്കും. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. യമലോകത്ത് ചെല്ലണ്ട എന്നുണ്ടെങ്കിൽ താമസിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിനെ കൊടുക്കൂ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് ഉൾപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും പ്രാണനും നശിച്ചിടും. അരക്ഷണം കൊണ്ട് ഇത് മൊത്തം നശിക്കും. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തെങ്കിലില്ലെന്ന് നിർണയം. ഈ ദുഷ്ടന്മാരായ കുറെ എണ്ണം ഒത്തിരുന്ന് ഉത്തമം മധ്യമം പറഞ്ഞ് സന്തോഷിച്ച് പറഞ്ഞല്ലോ. ഈ പറഞ്ഞവരാരും തന്നെ കഷ്ടകാലം വരുമ്പോൾ അവരാരും കാണത്തില്ല. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിൽ നിന്ന് നാം ആളല്ല പോകുന്ന വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരം ഓർത്താൽ ബലമില്ല മന്നവാ. ഇങ്ങനെ ദുർനയം കൊണ്ടുവരുന്ന ആളല്ല അങ്ങനെ പോകുന്ന വേർപെട്ട് ചെന്ന് സേവിക്കുമ്പോൾ ഇവരാരും കിട്ടത്തില്ല. പ്രബലനെ ബന്ധുക്കൾ അന്നേരം ഓർത്താൽ ഫലമില്ല. അങ്ങനെ ഓർക്കണ്ട, അന്നേരം അത് കിട്ടത്തില്ല. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയ ഉള്ളിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഇതിവിടെ ആർക്കാണ് പിന്നെ വിഷമമുള്ളത്? വിഭീഷണന്. രാമശരമേറ്റ് രാവണൻ മരിക്കുമ്പോൾ ആമയം ഉള്ളിൽ എനിക്കുണ്ട്, വിഭീഷണന് വിഷമമുണ്ട്. അതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് ഭഗവാന്റെ അമ്പെയ്ത് ദേഹത്തിന് വിഷമം വന്നാൽ എനിക്കതിന് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താരാർ മകളെ സീതയെ കൊണ്ടുകൊടുക്ക വൈകിടാതെ. യുദ്ധം ഏറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മാനസേ മമാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. അപ്പോൾ എല്ലാം നശിച്ച് വെണ്ണീറായിട്ട് ഒന്നിലും പറ്റാതെ വരുമ്പോൾ ഇനി ജീവനേ ഉള്ളെന്ന് വരുമ്പോൾ അങ്ങനെ സീതയെ അപ്പോഴും കൊടുക്കാൻ നാണക്കേടാ. യുദ്ധത്തിൽ തോറ്റ് തുന്നമ്പായിട്ട് വിപതാ സീതയെ കൊണ്ട് തന്നേക്കുന്ന. അതുകൊണ്ട് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് നേരത്തെ ചെയ്യൂ. യുദ്ധം ഏറ്റുള്ള പടയും എല്ലാം നശിച്ചിട്ട് അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ എല്ലാം തീർന്ന് ഇനി അവൻ്റെ ജീവനേ ഉള്ളെന്ന് തോന്നുമ്പോൾ എന്നാ ഇനി കൊണ്ടു കൊടുക്കുക, എൻ്റെ ജീവനെല്ലാം കിടക്കട്ടെ, പിന്നെ എന്തോ ഫലം ജീവിച്ചിട്ട്. കാരണം രാജ്യവും മൊത്തം നശിച്ച് പിന്നെ രാവണൻ കിടട്ട് എന്താ കാര്യം? അപ്പോൾ ചിന്തിക്കുകയോ എൻ്റെ ജീവനെല്ലാം കിടക്കട്ടെ പറഞ്ഞ് സീതയെ കൊണ്ടുപോകും. അപ്പോഴെന്തോരും മാനിനിയെ കൊടുക്കാമെന്ന് അന്നേരം തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്കത്. അങ്ങനെ കൊടുത്ത ഒരു സ്ഥാനവും ഇല്ല. മുമ്പിലെ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം. വൻപനോട് ഏറ്റാൽ വരും ഫലമേ വരും. വൻപനോട് പരമാത്മാവായ ശ്രീരാമൻ വൻപനാണ്, വലിയവനാണ്. അവനോട് ഏറ്റാൽ തോറ്റുപോകും. മുമ്പിലേ ഉള്ള അതുകൊണ്ട് മുമ്പേ നീ വിചാരിച്ച് സീതയെ കൊണ്ടു കൊടുക്കൂ. തോറ്റ് തുന്നം പാടാതെ. അതുകൊണ്ട് മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം. വൻപനോട് ഏറ്റാൽ വരും ഫലം ഏവനും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ വരും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. ഭഗവാനോട് കലഹം തുടങ്ങിയാൽ ആർക്കും അതൊരു ഗതിയല്ല, ശരണമല്ല. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്ക നീ. ഭഗവാൻ നാരായണനെ പങ്കജനേത്രനെ ആര് സേവിക്കുന്നു? ശങ്കരനാദികൾ, ശിവനും എല്ലാവരും ബ്രഹ്മാവും ഒക്കെ സേവിക്കുന്നു. രാക്ഷസ രാജാ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങുല. ഭഗവാനോട് പിണങ്ങരുതേ. രാക്ഷസരാജ ജയിച്ചാലും ഇതെല്ലാം അനുജൻ നന്നായി പറഞ്ഞുകൊടുക്കുന്നു. കൊണ്ടൽ നേർവർണ്ണനോ ജാനകി ദേവിയെ കൊണ്ടുകൊടുത്ത് സുഖിച്ചു വസിക്ക നീ. ദേവിയെ കൊണ്ടുകൊടുത്ത് നീ സുഖിച്ചു വസിക്ക. സംശയമേ നീയെ നൽകുക ദേവിയെ വംശം മുടിച്ച് കളയാകെ വേണമേ. നമ്മുടെ കുലമെല്ലാം മുടിഞ്ഞു പോകും. അതുകൊണ്ട് ദേവിയെ കൊണ്ടു കൊടുക്കൂ. യുദ്ധം വിഭീഷണൻ പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു യോഗ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായ സോദരനോടും ചൊല്ലിയിടിനാൻ. അപ്പോൾ പറയുന്നവ കാണാം. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്. അതിപ്പോൾ രാവണൻ പറയാ, എനിക്ക് ശത്രുക്കളല്ല എന്നെ ശത്രുക്കളാകുന്നത്. മിത്രഭാവത്തോട് അരികെ വരും മരുവിനെ ശത്രുക്കളാകുന്നത് ഏവനും. ഇപ്പം മിത്രഭാവത്തോട് സ്നേഹത്തോടൊന്ന് പറഞ്ഞതാരാ? വിഭീഷണൻ. അവരാണ് എൻ്റെ ശത്രു. അയാൾക്ക് അതേ തോന്നും. കാരണം ശത്രുക്കളൊന്നും അല്ല എൻ്റെ ശത്രുക്കൾ. എന്നെ മിത്രഭാവത്തോട് അരികെ വന്ന് സന്തോഷത്തോടെ പറഞ്ഞിരുന്നവനാണ് എൻ്റെ ശത്രുക്കൾ. അതാണ് എനിക്ക് ശത്രുക്കൾ ആകുന്നത് ഏവനും. അത് ഇപ്പം വിഭീഷണൻ ശത്രുവാണെന്ന് പറയുന്നത്.
മൃത്യു വരുത്തും അവരെന്ന് നിർണയം. അവർ ഇപ്പം വിഭീഷൺ ഇവനെ മൃത്യു വരുത്തുന്നതാണ് രാവണന്റെ കാഴ്ചപ്പാട്. ഇത്തരം എന്നോട് ചൊല്ലുകിൽ ആശു നീ വധ്യനാം എന്നാൽ അതിനില്ല സംശയം. ഇങ്ങനെ നീ പറഞ്ഞ നിനക്ക് മരണം ഉണ്ട്, ഞാൻ നിന്നെ കൊന്നുകളയും. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവ് ഓർത്താൻ വിഭീഷൺ ഭാഗവതോത്തമൻ. ഇത്രയെല്ലാം ഈ പറഞ്ഞപ്പോൾ ഇതാരാ? വിഭീഷൺ ഭാഗവതോത്തമനാ, ഭക്തപ്രിയനാ. മൃത്യുവശകതനായ പുരുഷന് സിദ്ധാൌഷധങ്ങൾ വേൽക്കയില്ലേതുമേ. മരണത്തിലേക്ക് വന്ന് വക്കത്തിരിക്കുക ആരാ? രാവണൻ. മരുന്ന് ഏക്കോ പിന്നെ മരിക്കാനുള്ളവന്? ഈ യോഗ്യമായ കാര്യങ്ങൾ പറഞ്ഞത് അവന് ഏക്കത്തില്ല. അവന് മരിക്കാൻ അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഔഷധം ഏക്കത്തില്ല, മരുന്ന് ഏക്കത്തില്ല. മരിക്കാനിരിക്കുന്നതിന് ഒരിക്കലും മരുന്ന് പിന്നെ ഏക്കുകയില്ല. അതുകൊണ്ട് മൃത്യുവശകതനായ, മൃത്യു അടുത്തിരിക്കുന്ന ഒരു പുരുഷന് സിദ്ധ ഔഷധങ്ങൾ ഏൽക്കയില്ല ഏതുമേ. അതുകൊണ്ട് മരുന്ന് കൊടുത്താൽ ഏക്കത്തില്ല. അതുപോലെയാണ് നല്ല നല്ല കാര്യവചനങ്ങളെ കൊടുത്താൽ അവന് മനസ്സിൽ കയറത്തില്ല. പോരും ഇവനോട് ഇനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം. എത്രമാത്രം പൗരുഷം കൊണ്ട് ഞാൻ പറഞ്ഞാലും ഇതിന്റെ വിധി മാറ്റാൻ പറ്റുകയില്ല എന്ന് വിഭീഷണന് മനസ്സിലായി. ശ്രീരാമദേവ പാദാംഭോജം എന്നി മറ്റാരും ശരണം എനിക്കില്ല കേവലം. വിഭീഷണൻ പറഞ്ഞു, എനിക്ക് ശ്രീരാമ ഭഗവാൻ അല്ലാതെ എനിക്ക് മറ്റാരും എനിക്ക് ശരണമില്ല. ചെന്ന് തൃക്കാൽക്ക വീണ് അന്തികയെ സന്തതം നിന്ന് സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ള നാൾ. ഇനി ഞാൻ വിഭീഷണൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ഇനി ഭഗവാന്റെ പാദത്തിൽ നിന്ന് തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. കാരണം ഇവിടെ നിന്ന് അവൻ വധിക്കും. വിഭീഷണൻ എതിരാന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് വരും? വിഭീഷണനെ രാവണൻ കൊല്ലും. അതുകൊണ്ട് ചെന്ന് ഭഗവാന്റെ തൃക്കാക്കൽ വീണ് അന്തികയെ സന്തതം നിന്ന് സേവിച്ചുകൊള്ളുമൻ ജന്മമുള്ള നാൾ. ഇനി ഞാൻ മരിക്കോളം ഭഗവാനൊക്കെ തന്നെയാണ്. സത്രം 4 അമാത്യന്മാരുമായവ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു. 4 അമാത്യന്മാരുമായവ യുദ്ധം, അതായത് ദാര ധന ആലയ മിത്ര പ്രത്യഘവും, അത് ഭാര്യ, ധനം, വീട്, സുഹൃത്തുക്കൾ, ഭൃത്യന്മാർ എന്നിവ ദൂരെ പരിത്യജ്യ രാമപാദാംബുജം, അവരെല്ലാം ഉപേക്ഷിച്ചു. എല്ലാം വിഭീഷണൻ എല്ലാവരെയും, ഭാര്യയും മക്കളെയും രാജ്യവും വീടും ആലയും എല്ലാം ഭൃത്യന്മാരെയൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം ഭഗവാനത്തിലേക്ക് പോയി. മാനസത്തെങ്കിൽ ഉറപ്പിച്ച് തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജന്തൻ പദം. വിഭീഷൺ രാവണന്റെ പദമൊക്കെ വണങ്ങി പോവുകയാണല്ലോ, ജ്യേഷ്ഠനല്ലേ. അവിടെ എല്ലാം ത്യജിച്ച് ഞാൻ പോകുന്നു ഉറപ്പിച്ചു കൊണ്ട് ചെന്ന് മാനസത്തെങ്കിൽ ഉറപ്പിച്ച് തുഷ്ടൻ സന്തോഷത്തോടെ വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. ആരുടെ? അഗ്രജൻ, ജ്യേഷ്ഠൻ, രാവണന്റെ അടുക്ക ജ്യേഷ്ഠനാണല്ലോ ചെന്ന് വണങ്ങി. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ദേഷ്യം വന്നു രാവണന്. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്ത് എനിക്ക് വരുത്തുന്നതും ഭവാൻ. അപ്പോൾ പറയുന്നു, എനിക്ക് ആപത്ത് വരുത്തുന്നത് നീയാണ്, അത് വിഭീഷണനാണ് എനിക്ക് ആപത്ത് വരുത്തുന്നതെന്ന്. രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും രാമയെ വിങ്ങി അതിനില്ല എന്ന് നിർണയം. എനിക്കൊരു വിഷമവുമില്ല, നീ ചെന്ന് രാമനെ സേവിച്ചോളൂ എന്ന് ഈ രാവണൻ വിഭീഷണനോട് പറഞ്ഞു. നീ പൊയ്ക്കോ, പോകാകിലോ, അങ്ങനെ നീ പൊയ്ക്കോ, പോകാകിലോ മമ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയടോ. നീ രാമനെ ചെന്ന് സേവിക്കൂ, അങ്ങനെ പോകാതെ നീ ഇരുന്നാൽ, ഈ ഗുണദോഷങ്ങൾ പറയുമ്പോൾ അവൻ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവൻ പോകാതിരുന്നാൽ എൻ്റെ ചന്ദ്രഹാസം, എൻ്റെ വാളുകൊണ്ട് ഏകാന്ത ഭോജനമാകും വാളിനി. ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനം ഇന്ന് എൻ്റെ വാളിന് ആഹാരമായി തീരും നീയടോ. അത് വിഭീഷണ, നീ പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാളിൽ നിന്ന് ആഹാരമായി വരും നീ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ, എന്നോട് താതന് തുല്യനല്ലോ ഭവാൻ, എൻ്റെ പിതാവിന് തുല്യനാണ് ജ്യേഷ്ഠൻ. അതുകൊണ്ട് താമകമായ നിയോഗം അനുഷ്ഠിപ്പാനാവതെല്ലാം അത് സൗഖ്യമല്ലോ മമ. അങ്ങനെയാണ് അവിടുത്തെ ആഗ്രഹം, നിയോഗമാണെങ്കിൽ അതിനാവതെല്ലാം അത് സൗഖ്യമല്ലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുത് ഏതുമെങ്കിലോ ഞാനിതാ വേഗം പോകുന്നു. ഞാൻ മൂലം രാവണന് ജ്യേഷ്ഠന് സങ്കടം വേണ്ട, അത് ഞാൻ മൂലം ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്കിലോ ഞാനിതാ വേഗന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടും അത്ര സുഖിച്ച് സുചിരം വസിക്ക നീ. അതായത് രാവണനോട് പറഞ്ഞ് പുത്രനും മിത്രനും എല്ലാവരുമായി സുഖിച്ച് വാഴൂ, വസിക്കൂ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശധര മന്ദിരേ രാമനായി ജാതനായ ജനകാലേ കാലിയും സീതാഭിധാനേന ജാതയായതിനാൾ. അതായത് മൂലവിനാശം, കുടുംബത്തോടെ നാശം, ലങ്കമൊത്തം നശിക്കാൻ നിനക്ക് അങ്ങനെ വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി വന്നു. ദശരഥന്റെ കുലത്തിൽ ശ്രീരാമൻ അവിടെ അവതരിച്ചു. ജാതനായ ജനകാലയെ ജനകന്റെ വീട്ടിൽ ആലയത്തിൽ കാലിയും, കാലിയര കാലന്റെ ഭാര്യ കാലി. ഇവിടെ കാലൻ ആരാ? രാമൻ. ഇവിടെ വന്നു ദശരഥ മന്ദിരത്തില്.
അയോധ്യയിൽ അത് കാലൻ നിനക്ക്. പിന്നെ കാലിയായിട്ട് വന്നു സീത. ഇവിടെ അതായത് പിതാവ് ജനകനാണല്ലോ. അവിടെ ജനകന്റെ ആലയത്തിൽ കാലിയും അതായത് കാലിൻ്റെ ഭാര്യയായിട്ട് സീത അഭിധാനേന ജാതയായിരുന്നു. അപ്പോൾ കാലനും കാലിയും ഉണ്ട്, അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഭൂമി ഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോ അതമോടിഞ്ഞ് വന്നിതാരിരുവരും. ഭൂമിയുടെ ഭാരം കളയാനാണ് വന്നത്, അല്ല ആരെയും കൊല്ലാൻ വന്നതല്ല. ഭഗവാന് മനഃപൂർവ്വമായിട്ട് ആരെയും കൊല്ലാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ദ്രോഹം ഒരുപാട് സന്യാസിമാരെയും മുനിമാരെയും മഹർഷിമാരെയൊക്കെ ഒരുപാട് ദ്രോഹിച്ച് അവർക്ക് ഒരു ഭഗവത് പാരായണങ്ങളോ യജ്ഞങ്ങളോ ഹോമങ്ങളോ ഒന്നും നടത്താൻ സമ്മതിക്കാതെ ഋഷിമാർക്ക് അത്രമാത്രം ശല്യങ്ങൾ അവരെ അസ്ഥികൂടാൻ പർവ്വതം പോലെ ആക്കി ഇട്ടു. അങ്ങനെ ഭൂമിയുടെ ഭാരം നിലവിളി കേട്ടുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത്. എപ്പോഴെങ്കിലും ഒരു നിവൃത്തി വേണ്ടേ ജനങ്ങൾക്ക്? അതുകൊണ്ട് ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോ അതമോടിങ്ങി വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭവാനുള്ളിൽ ഏൽക്കുന്നത് പ്രഭു? ഇത്രയെല്ലാം വരുമ്പോൾ ഞാൻ പറഞ്ഞങ്ങാണ് എങ്ങനെ ഈ ഹിതങ്ങളായിരിക്കുന്ന വാക്കുകൾ കേൾക്കുന്നത്? എങ്ങനെയാണ് ഈ രാവണൻ വല്ല ഉള്ളിൽ കയറൂലല്ലോ, അന്ന് അനുഭവിച്ചല്ലേ പറ്റൂ, അത് വിധി കിടക്കല്ലേ. അതുകൊണ്ട് എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ, ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ, നല്ല വാക്കുകൾ ഭവാനുള്ളിൽ ഏൽക്കുന്നിതു പ്രഭു? രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം. രാവണൻ തന്നെ വധിക്കാനായിട്ട് ഈ ഭൂമിയിൽ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ചു, ബ്രഹ്മാവ് അപേക്ഷിച്ചു. അത് കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ? അങ്ങനെ അപേക്ഷ മുഖാനന്തരം വന്ന ഈ ഒരു കാര്യം അവിടെ വിഘ്നം വരുത്തില്ല. പിന്നെ അതിന് അന്യഥാത്വം അത് അങ്ങനെ ആകാതിരിക്കത്തില്ല, അത് വന്ന് സംഭവിക്കണം. അതുകൊണ്ട് അത് ഭവിക്കും, അല്ലാതെ വരത്തില്ല. ആശരവംശ വിനാശനം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. അതായത് രാക്ഷസന്മാരുടെ വംശനാശം വരുന്നതിന് മുമ്പ് തന്നെ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഇവിടെ കുലങ്ങളെല്ലാം മുടിച്ചു പോയിട്ടല്ല വിഭീഷണൻ പിന്നെ എത്തുമ്പടി ഇല്ലാതെ ചെന്ന് ഭഗവാന്റെ അടുക്ക ചെല്ലുക. അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ ഈ കുലനാശം വരുന്ന മുമ്പേ തന്നെ ഞാൻ പരമാത്മാവായ ശ്രീരാമന്റെ പാദപത്മത്തിലേക്ക് ചെന്ന് ചേരുന്നു. ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. അങ്ങനെ വിഭീഷണൻ ഭഗവാന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഇവിടെ സംഭവിക്കുമെന്നറിയാം, അതിന് മുമ്പേ പോകണം. എല്ലാം കളഞ്ഞിട്ടല്ല ഒടുക്ക പോകണം. ചിലപ്പോൾ അന്നേരം ആയുസനുണ്ടോ നാക്കറിയാം, വിഭീഷണൻ എല്ലാം നശിക്കുമ്പോൾ ആരെ എന്ത് വരുന്ന നാക്കറിയാം. അതുകൊണ്ട് ഇത്രയും മനസ്സിലായി, ഈ രാവണൻ പറഞ്ഞാൽ കേൾക്കുന്നവനല്ല. അതുകൊണ്ട് അദ്ദേഹം, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കൂട്ടം നിൽക്കുക. എപ്പോഴാണ് നമുക്കിത് കൊള്ളാത്തൊരു മനുഷ്യനോ ഒരു കുടുംബമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിട്ട് ഒരു കൂട്ടുകെട്ടും പാടില്ല. വിഭീഷണനെ പോലെ നമ്മളും ആകണം. നമുക്ക് നമ്മുടെ അവസാന നിമിഷത്തിൽ പരമാത്മാവിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വര കാര്യങ്ങൾക്ക് നിൽക്കാൻ ആരും സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് വഴി തിരഞ്ഞെടുക്കാം. നമുക്ക് ഏതാ നല്ലതെന്ന് തോന്നുമ്പോൾ നമുക്ക് അത് തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയും, നമുക്ക് ചേരാത്തവരായിട്ട് 1000 കാണൂ ഭഗവാനിൽ അറിയുന്നവർ, യഥാർത്ഥമായ ജ്ഞാനികൾ. ഈ ലോക ചിന്തകൾക്ക് എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ അല്ല. അവർ ഈ ലോക ചിന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഭഗവാനെ മാത്രം മതി, എനിക്ക് ഭക്തി മതി, ഭഗവാന്റെ പാദത്തിൽ ഇരിക്കാനുള്ള ദാസനായിട്ടിരിക്കണം. അങ്ങനെയുള്ള ഭക്തി ഉള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ 1000 കാണും. അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പറ്റാത്തവർ ഒഴിഞ്ഞു മാറുക, അല്ലാത്തവരുടെ കാര്യമല്ല പറ. അവരെന്ത് സഹിച്ച് ജീവിച്ചേ പറ്റൂ. അതാ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞ, ഞാൻ ഓരോ കാര്യം മനസ്സിലാക്കൊണ്ട് പറയുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.